بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آله وأزواجه وذريته كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد وعلى آله وأزواجه وذريته كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. أما بعد، فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام، وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم، ومن يكفر بآيات الله فإن الله سريع الحساب. قال الله عز وجل: والذي نفسي بيده لا يسمع بي أحد من هذه الأمة يهودي ولا نصراني ثم لا يؤمن بي إلا دخل النار، أو كما قال رسول الله. يا رب ما زال لطف منك يشملني، وقد تجدد بي ما أنت تعلمه، فاصرفه عني كما عودتني كرما، فمن سواك لهذا العبد يرحمه. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഈ പരിപാടി നിയന്ത്രിക്കുന്ന കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ സ്റ്റേറ്റ് അധ്യക്ഷൻ സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ അവരുടെ, SYF ഉപാധ്യക്ഷരും മർഹൂം ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ പൗത്രരുമായ സയ്യിദ് ഹാഷിം ബാഫഖി തങ്ങൾ അവരുടെ, പരപ്പനങ്ങാടി സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അവരുടെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ആദരണീയരായ സയ്യിദുമാരെ, ഈ സദസ്സ് താജുൽ ഉലമ നഗർ എന്ന പേരിലാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. താജുൽ ഉലമ എന്നത് പണ്ഡിതന്മാരാൽ വിളിക്കപ്പെട്ട ഒരു വലിയ സ്ഥാനപ്പേരാണ്. പണ്ഡിത സമൂഹത്തിൻ്റെ കിരീടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സമുദായത്തിൻ്റെ രാജാക്കന്മാരായ പണ്ഡിതന്മാരുടെ കിരീടം തന്നെയായിരുന്നു ഈ നഗർ. ഏതൊരു നാമധേയത്തിലാണോ നാം ഒരുക്കപ്പെട്ടതെങ്കിൽ ആ മഹാൻ. നമ്മുടെ മമ്പാട്ടുകാർക്ക് അതിൽ വലിയ സന്തോഷവും പ്രത്യേകമായൊരു ക്രെഡിറ്റുമുണ്ട്. എന്തെന്നാൽ
വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബിക് കോളേജിൽ നിന്ന് 1930 ഷെയ്ഖുന താജുൽ ഉലമ, അതായത് ഇപ്പോൾ അറിയാത്ത ചെറുപ്പക്കാരും അല്ലാത്തവർക്കും ഒക്കെ പേര് കിട്ടാൻ വേണ്ടി താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ എല്ലാ സാധാരണക്കാർക്കും തിരിഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ. താജുൽ ഉലമ ഷെയ്ഖുന KK സദഖത്തുള്ള മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന അഭിവന്ദരായ എൻ്റെ അഭിവന്യ ഗുരു, ഞങ്ങളുടെയൊക്കെ അഭിവന്യ ഗുരു, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മമ്പാടിന് പ്രത്യേകമായ ചില ബന്ധങ്ങളും അഭിമാനവുമുണ്ട്. 1930 വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് അന്നത്തെ കാലത്ത്, വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് ബാക്കവി ബിരുദം നേടി വരുന്ന, ഇപ്പൊ ബാക്കവി എന്നറിയുന്ന മാതിരിയല്ല അത്, വളരെ പ്രതികൂല സാഹചര്യങ്ങളെ അപ്പുറം വിട്ടു പോകണം. 1945-48 കാലത്ത്, അതായത് ശൈഖുനാവറുകൾ ബാക്കവി ബിരുദം നേടിയിട്ട് 10-15 കൊല്ലം കഴിഞ്ഞ ശേഷം വിട്ടവരാണ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാർ, ഓട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഇവരൊക്കെ. അതിൻ്റെയുമൊക്കെ 10-15 കൊല്ലം മുൻപ് ബാക്കയാത്തിൽ നിന്ന് ബിരുദം നേടിക്കഴിഞ്ഞ ശേഷം 1.5 കൊല്ലം മാത്രം വേറൊരിടത്ത് ദർസ് നടത്തിയതിൽ ശേഷമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാവറുകൾ നമ്മുടെ നാട്ടിൽ ദർസ് നടത്തിയത്. മമ്പാട് മുദരിസ് അബൂ ഉസാമ KK സദഖത്തുള്ള മൗലവി എന്ന പേരിലായിരുന്നു അന്നത്തെ കാലത്തെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെയൊക്കെ പുറംചട്ടയിൽ അന്നത്തെ പേര് ചേർക്കുക, മമ്പാട് മുദരിസ്. നമ്മുടെ നാട്ടിൽ അന്ന് ഇന്നത്തെ പോലെ 2 പള്ളിയില്ല. പഴയ ജുമുഅത്ത് പള്ളി, നമ്മളെ പഴയ ജുമുഅത്ത് പള്ളി, പുഴയോരത്തുള്ള പഴയ ജുമുഅത്ത് പള്ളിയാണ് നാടിൻ്റെ മൊത്തം ജുമുഅത്ത് പള്ളി. ഈ പള്ളിയിൽ മുദരിസായിരുന്നു ബഹുമാനപ്പെട്ടവർ. സുദീർഘമായ കാലം നമ്മുടെ നാട്ടിലെ ഖാദിയാരായിരുന്ന എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഖാദി സ്ഥാനം വഹിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മർഹൂം KPK തങ്ങളവറുകളായിരുന്നു ആ പള്ളിയിലെ ഖാദി. അദ്ദേഹത്തിൻ്റെ ബാപ്പയെ ഖാദിയർ പാപ്പ എന്നാണ് വിളിക്കപ്പെടാറുള്ളത്. എനിക്കവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ചിത്രം ആരോ അവർ ചേറ്റൊടുമിരിക്കുമ്പോൾ നോക്കിയിട്ട് എഴുതിയിട്ട് വരച്ചുണ്ടാക്കിയത് സൂക്ഷിച്ചിരുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവർ അഭിവന്ദരായ ശൈഖുന താജുൽ ഉലമ അവർകളേക്കാൾ എത്രയോ വയസ്സുകൾ മൂപ്പുള്ള, എത്രയോ വയസ്സ് മുതിർന്ന ഒരു മഹാസയ്യിദാണ്, പണ്ഡിതരുമാണ്. ഖാലിർ പാപ്പ എന്ന് പറയുന്ന ആ തങ്ങളടക്കം ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമയിൽ നിന്ന് ഇഹ്യാ പോലുള്ള കിതാബുകൾ മഹാനരുടെ ദർസ് നടത്തുന്നതിൻ്റെ ശൈലിയും അതിൻ്റെ കനവും കേട്ടിട്ട് വലിയ പണ്ഡിതനായിരുന്ന ഖാലിർ പാപ്പ കൂടി മഹാനരിൽ നിന്ന് ഓതിയിരുന്നു എന്ന് അന്നുള്ളവരും ബഹുമാനപ്പെട്ട KPK തങ്ങളടക്കമുള്ളവരുമൊക്കെ അനുസ്മരിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട KPK തങ്ങളവർ പോലുള്ളവർക്ക് അന്ന് ചെറിയവരാണ്. മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മർഹൂം മൗലാന ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് ഓതിയിരുന്നത് ഈ മമ്പാട് നമ്മുടെ നാട്ടിലെ വലിയ പള്ളിയിൽ, പഴയ പള്ളിയിലാണ്. അന്നത്തെ അവരുടെ ഉസ്താദാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ നഗരി ഒരുക്കിയിരിക്കുന്ന താജുൽ ഉലമ എന്ന് പറയുന്നത്. ആ താജുൽ ഉലമയുടെ പേരിൽ എൻ്റെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് മഹാനവറുകൾ വണ്ടൂരിൽ നിന്ന് വരുമ്പോൾ ചെറിയതേം കുട്ടിയാജൻ്റെ വീട്ടിലാണ് മഹാനവറുകൾ വന്നാൽ കുറേ കാലം ഇരിക്കുക. ചെറിയതേം കുട്ടിയാജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവர்களுടെയൊക്കെ പാപ്പ. ഞാനിപ്പോഴും അന്നത്തെ കാഴ്ച, ഞാൻ ആദ്യമായി ആ മഹാനരെ കാണുന്ന കാഴ്ച താജുൽ ഉലമ എന്നറിഞ്ഞിട്ടോ പേരറിഞ്ഞിട്ടോ ഒന്നുമല്ല. ചെറിയതേം കുട്ടിയാജൻ്റെ അവിടെ വരുമ്പോൾ എല്ലാവരും കൂടി ആളുകൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ നോക്കി നിൽക്കുന്നത് എന്താണെന്നറിയോ? നീൽ ആംസ്ട്രോങ്ങും മറ്റും അമേരിക്കയിൽ നിന്ന് അപ്പോളോ 11 ചന്ദ്രനിലിറങ്ങിയ കാലത്ത് ആ ചന്ദ്രനിലിറങ്ങി എന്ന വാർത്ത ഗംഭീരമായി ആഘോഷിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും. ഏതാണ്ട് ഒരു 10 വയസ്സിന് താഴെയുള്ള പ്രായമുണ്ടാകും എനിക്ക് ഓർമ്മയിൽ. അങ്ങനെ നിന്ന് വരൂ. 1968-69 കാലത്താണത്. മഹാനരവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട KPK തങ്ങളവர்கள் ഈ ചർച്ച ഇടുകയാണ്. ചന്ദ്രനിൽ മനുഷ്യന് പോകാൻ പറ്റുമോ പറ്റൂലേ എന്നാണ്. അപ്പോൾ തമാശയ്ക്ക് വേണ്ടിയാണ് എന്ന് ബോധ്യമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ അവർകളപ്പം പോകാൻ കഴിയില്ല, ചന്ദ്രനിലൊന്നും അവർ പോയിട്ടില്ല എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്.
KPK തങ്ങൾ നിരന്തരമായി ആയത്തുകളും ഹദീസുകളും ഒക്കെ ഓതുന്നു. ആ ഓതി സംസാരിക്കുന്നതിനൊക്കെയും ശൈഖുനാ അവർ മറുപടി പറയുന്നു. എല്ലാം തിരിച്ചും മറിച്ചും പറഞ്ഞിട്ട് എല്ലാം വായിലേക്ക് നോക്കിയിട്ടിരിക്കുന്ന ആ ഒരു തർക്കത്തോടുകൂടെയുള്ള കാഴ്ചയാണ്, ചർച്ചയിലെ കാഴ്ചയാണ് ഞാൻ അവരെ കാണുന്നത്. ഇതറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അന്ന് നമ്മളെ PM കുട്ടി സാഹിബ് ലീഗിൻ്റെയൊക്കെ സ്റ്റേജിൽ വളരെയധികം നിറഞ്ഞു നിന്നിരുന്ന ആളാണ് നമ്മുടെ നാടിൻ്റെ. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹം പിന്നെ ഇത് എടുത്തെടുത്ത് പറയും, ഈ മൗലവിമാർ എന്നറിയുന്ന കൂട്ടർക്ക് അവരോട് തർക്കിച്ചാൽ ആരും ജയിക്കൂല, ഓരോട് തർക്കിച്ചാൽ ജയിക്കൂല എന്നുള്ള രീതി കണ്ടോ? എത്ര ആയത്തുകൾ ഓതിയാലും എങ്ങനെ സംസാരിച്ചാലും അതൊക്കെ മലർത്തിയടിക്കാനും അപ്പുറം ഇപ്പുറം സംസാരിക്കാനും പറ്റുന്ന തെളിവുകളും സാമർഥ്യവും അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് അതിനായൊരു പ്രത്യേക പരിശീലനം തന്നെ നൽകപ്പെടുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം തമാശ രൂപത്തിൽ പറയുമായിരുന്നു. അതേസമയം തൊട്ടടുത്ത് പിന്നീട് 1970-71 ഞാൻ പഠിക്കാൻ പോകുമ്പോൾ അതിനു മുൻപ് ഒരു കൊല്ലം മുൻപ് 69 ഇറങ്ങിയ മാസിക നുസ്രത്തുൽ അനാം എന്ന മാസിക, ഇപ്പോഴും അത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, 46 വർഷമായി. ഈ നുസ്രത്തുൽ അനാം എന്ന മാസികയിൽ അപ്പോളോ 11 സ്ഥിരീകരിക്കുകയും പഴയ ശാസ്ത്രപ്രകാരവും പുതിയ ശാസ്ത്രപ്രകാരവും എങ്ങനെയും മനുഷ്യന് ചന്ദ്രനിൽ കാലുകുത്താൻ കഴിയുമെന്ന് ദൃഢീകരിച്ചുകൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ലേഖനമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമാ അവർ അന്ന് നുസ്രത്തിൽ എഴുതിയത്. ഇത് ബഹുമാനപ്പെട്ട KPK തങ്ങൾ അവர்களுമായി ബന്ധപ്പെട്ടൊരു തമാശയിലെ ചർച്ചയായിരുന്നു, ഒരു സംവാദം. വലിയ കോളത്തറുണ്ട് എന്ന് തങ്ങളുടെ അടുത്ത് ഇത്ര തെളിവുണ്ട് എന്നറിയാൻ വേണ്ടി ആ തർക്കിച്ച ആ മഹാൻ ശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഗുരുവര്യരാകാനും അവിടുന്ന് വെളിച്ചം കിട്ടാനും ഹൃദയത്തിൻ്റെ ഇരുട്ടുകളും കറകളും നീക്കി നല്ല അറിവുകൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നേടാനുമുള്ള ഭാഗ്യം ലഭിച്ചത് ജീവിതത്തിലെ ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു ആ സൗഭാഗ്യം കൊണ്ട് മഹാനരായ താജുൽ ഉലമയോടൊപ്പം നമ്മളെല്ലാവരെയും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ രാജ്യത്തിൻ്റെ പഴയ കാലത്തെ ഒരുപാട് ചരിത്രങ്ങളും ബന്ധങ്ങളും ഇതിൻ്റെ പൊതു സ്വഭാവങ്ങളും ഇവിടുത്തെ പഴയ ആളുകളെയുമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നത്തെ തലമുറയിലുള്ള ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത വിവരങ്ങൾ നൽകിയത് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളായിരുന്നു. അത്ര സുദീർഘകാലം അവരിവിടെ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴാണ് അവർ കല്യാണം കഴിച്ചത്. അവരുടെ കല്യാണത്തിന് പുതിയാപ്പളുടെ ഒപ്പം പോയിട്ടുണ്ട് എന്ന് നമ്മളെ ചാർത്തുങ്ങല, ചെറിയ ചാർത്തുങ്ങല മുല്ലക്കോയത്തങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ പുതിയാപ്പളുടെ ഒപ്പം പോയിക്കണം മൂപ്പരുടെ കൂടെയെന്ന്. അങ്ങനെയുള്ള ബന്ധമാണ് നമ്മുടെ നാടിന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അവരുടെ സ്ഥാപനമാണ് ജാമിഅ വഹബിയ എന്ന് പറയുന്നത്. സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു വലിയ കെട്ടിടം, ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒരു നല്ല കോംപ്ലക്സ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അദ്ദേഹം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ 1963 പട്ടിക്കാട് ജാമിഅ നൂരിയ ഉണ്ടാകുന്നത്. ഈ സ്ഥാപനം തുടങ്ങുന്നത് 1966. 3 കൊല്ലത്തെ വ്യത്യാസമേ ഉള്ളൂ. ഈ 2-3 കൊല്ലത്തെ വ്യത്യാസമേ പട്ടിക്കാട് ജാമിഅ നൂരിയയും വണ്ടൂരിലെ ജാമിഅ വഹബിയയും തമ്മിലുള്ളൂ. പക്ഷെ പട്ടിക്കാട് ജാമിഅ നൂരിയ വലിയ കെട്ടിട സമുച്ചയമാണ്, വലിയ സ്ഥാപനമായി അറിയപ്പെടുകയും ചെയ്യും. വണ്ടൂർ ജാമിഅ വഹബിയ കെട്ടിടമായിട്ട് 19 വർഷം മഹാൻ പ്രിൻസിപ്പളായ കാലത്തും കെട്ടിടമില്ല. വണ്ടൂരിലെ വലിയ ജുമുഅത്ത് പള്ളിയുടെ ഓരത്തു തന്നെ ദർസ് നടത്താൻ വേണ്ടി പഴയ കാലത്തെ ഉണ്ടാക്കപ്പെട്ട വിശാലമായ സ്ഥലത്ത് ദർസ് നടത്താനും പള്ളിയുടെ മുകളിൽ വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും എത്ര പേർക്ക് വേണമെങ്കിലും 100 കണക്കിന് പേർക്ക് വേണമെങ്കിലും താമസിക്കാനും സൗകര്യമുള്ളതുകൊണ്ട് അവിടെ തന്നെ മതി കോളേജ് എന്നായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ നിലപാട്. അവരുടെ വഫാത്തിന് ശേഷം അനിവാര്യമായപ്പോഴാണ് ജാമിഅ വഹബിയ എന്ന ഈ സ്ഥാപനത്തിന് ഒരു കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചത്. 1990 മുതൽക്കാണ് താഴെ ഈ വണ്ടൂരിലെ പഴയ ജുമുഅത്ത് പള്ളിയുടെ പള്ളിക്കുന്നിലെ ജുമുഅത്ത് പള്ളിയുടെ നേരെ തന്നെ ഏതാണ്ട് 1 ഏക്കറയോളം വരുന്ന സ്ഥലം കോളേജിന് വേണ്ടി എടുക്കുകയും അവിടെ ബിൽഡിങ്ങിൻ്റെ പണികൾ ആരംഭിച്ച് അത്യാവശ്യമായ കെട്ടിടമുണ്ടാക്കുകയും ചെയ്തത്. ശൈഖുനായുടെ നിർദ്ദേശവും ഉപദേശങ്ങളും പരിശീലനവും ലഭിച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ കവിഞ്ഞ് അതിലൊന്നും ഒരു നിലയിലും പരിശ്രമിക്കുകയോ അതിൽ മുഴുകുകയോ ചെയ്യാതെ മക്കൾക്കും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും താമസിക്കാൻ വേണ്ട സൗകര്യവും അവർക്ക് പഠിക്കാൻ വേണ്ട സൗകര്യവും ഒരുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രമേ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ
50 കൊല്ലം തീർന്ന് ഏതാണ്ട് 1000-ഓളം പണ്ഡിതന്മാർ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് സ്വദേശത്തും വിദേശത്തുമായി ദീനീ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു തലമുറയിൽ കുറേയധികം ആളുകൾ അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് യാത്രയായിപ്പോയി. എന്നാലും 1000-ഓളം പണ്ഡിതന്മാർ ഏതാണ്ട് ജാമിയ വഹബിയയിൽ നിന്ന് മൗലവി ഫാദിൽ വഹബി ബിരുദം നേടി പുറത്തു വന്നവരുണ്ട്. ഈ ഉള്ളവൻ പോലുള്ളവരൊക്കെ അതിൽപ്പെട്ടതാണ്. വഹബി എന്ന പേരിൽ തന്നെ വിളിക്കപ്പെടേണ്ടത്. അങ്ങനെ വിളിക്കണില്ല എന്നേ ഉള്ളൂ. വഹബി എന്നുള്ള പേരിലാണ് ഡിഗ്രി. അങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ വിട്ട ഈ സ്ഥാപനത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിലൊന്നാണ് ഈ പ്രഭാഷണ പരിപാടി. ഇസ്ലാം, വിശ്വാസം, ആചാരം, അനുഷ്ഠാനം എന്നതാണ് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം. വളരെ വിശാലമാണ്. ഇവിടെ അറിയിക്കപ്പെട്ടതുപോലെ കേൾക്കുന്നവർക്കൊക്കെ അറിയാലോ, ഇസ്ലാം മൊത്തമാണ് പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മൊത്തമാണ്. വിശ്വാസം, ആചാരം, സംസ്കാരം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ വിശ്വാസ ഭാഗങ്ങളുടെ നിലവാരമെന്ത്, നിലപാടെന്ത്, അതിൻ്റെ അടിത്തറയെന്ത്, അതിൻ്റെ പൊതുവായ ഇസ്ലാമിൻ്റെ പൊതുവായ ജനങ്ങളുടെ മുൻപിൽ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ നിഴലിക്കുന്നതും പ്രതിബിംബിക്കുന്നതുമായ സത്തയെന്ത്, സത്യമെന്ത്, ആദർശമെന്ത്, ഇതും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അവശ്യം അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 3 ദിവസത്തെ പരിപാടിയിലായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു വലിയ രാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വിവരിക്കുകയാണ്. അദ്ദേഹം രാജകീയ പ്രൗഢിയിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ പൂമുഖത്ത് കാറ്റുകൊണ്ട്, വായുകൊണ്ട് സന്തോഷത്തിൽ ആഹാരം കഴിക്കുകയാണ്. ആ ആഹാരം കഴിക്കുമ്പോൾ, നാസ്ത കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ഒരു പത്തിരി ഒരു കാക്ക അതിൻ്റെ ചുണ്ടുകൊണ്ടെടുത്തിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് യാതൊരു കൂസലുമില്ലാതെ കൊത്തിക്കൊണ്ടുപോയി. കാക്കക്കെന്ത് രാജാവാ, കാക്ക കൊത്തിക്കൊണ്ടുപോകാൻ ചാൻസ് ഇട്ടാൽ കാക്ക കൊത്തൂലേ? ഈ കാക്ക കൊത്തിക്കൊണ്ടുപോയി. സ്വാഭാവികമായി സംഭവിച്ച ഒന്നാണ് സംഭവമെന്ന് അദ്ദേഹം കരുതി. 2ാമത്തെ ദിവസവും ഇരുന്നപ്പോൾ ഇതേ നാസ്ത കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കാക്ക വന്ന് വീണ്ടും ഒരു പത്തിരി കൊത്തിക്കൊണ്ടുപോയി. 3ാമത്തെ ദിവസവും ഒരു പത്തിരി കൊത്തിക്കൊണ്ടുപോയി. ഇത് 7 ദിവസം തുടർന്നു. ഇദ്ദേഹം രാജാവാണ്, രാജകീയ സുഖത്തിലും പ്രൗഢിയിലും ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്. പക്ഷേ രാജകീയ പ്രൗഢിയിലും സുഖത്തിലും അഹങ്കാരത്തിലും ഡംബിലുമാണ് ജീവിതം. ഈ സുഖജീവിതത്തിനിടയിൽ 7 ദിവസവും തൻ്റെ പത്തിരി കൊത്തിക്കൊണ്ടുപോയിട്ട് കാക്ക പറന്നു പോകുന്നത് കാണുമ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഇതെങ്ങോട്ടാണ് ഈ കാക്ക പോകുന്നത്? ഇത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം, ഇതൊന്ന് കണ്ടെത്തണം. അന്വേഷിച്ച് കാക്ക പറക്കുന്ന ദിക്കിലേക്ക്, 7 ദിവസവും പോയ ദിക്കിലേക്ക് ഇദ്ദേഹം അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ കൈകാലുകൾ ബന്ധിതനായി, കാലുകൾ കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു, കൈകളും കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു, എല്ലാം കൂട്ടിക്കെട്ടപ്പെട്ട നിലയിൽ ഒരു മനുഷ്യൻ കിടക്കുന്നു. ഞെരങ്ങി മൂളുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം അങ്ങനെ തന്നെ കിടക്കുകയാണ്. ജീവനുണ്ട്, ഇപ്പോൾ അത്യാവശ്യം പ്രസരിപ്പുമുണ്ട്. പക്ഷേ കൈകാലുകൾ ചലിപ്പിക്കാനോ അനക്കാനോ കഴിയുന്നില്ല, കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. ഈ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ കിടപ്പ്, എന്താണ് ഈ നിലപാട്, എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തി? ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. എൻ്റെ കച്ചവട സ്വത്തുക്കൾ വഴിയിൽ വെച്ച് കൊള്ളയടിച്ചിട്ട് കൊള്ളക്കാരൻ്റെ സ്വത്തുക്കൾ മുഴുവൻ കവർന്നെടുത്ത ശേഷം എൻ്റെ കൈകാലുകളൊക്കെ കെട്ടി വരിഞ്ഞ് മൂലക്കിലാക്കി ഈ കുറ്റിക്കാട്ടിലേക്ക് എന്നെ വലിച്ചിട്ടു. ഞാൻ അത്യാവശ്യം മരിച്ചു എന്ന രീതിയിൽ പൊറുജീവനായപ്പോഴാണ് അവർ പോകുന്നത്, ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന നിലക്ക്. അങ്ങനെ 7 ദിവസമായി ഞാനിവിടെ കിടക്കുകയാണ്. 7 ദിവസം നിങ്ങൾ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത്? ആഹാരം കഴിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഏറ്റവും വിഭവസമൃദ്ധമായ ഒരു റൊട്ടി ഈ കിടന്ന 7 ദിവസവും ഒരു കാക്ക എൻ്റെ നെഞ്ചിൽ കയറി വന്നിട്ട് കൊത്തി കഷ്ണം കഷ്ണമാക്കി എൻ്റെ വായിലിട്ട് തരുന്നു. ഞാനതങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നു. ഇത് 7 ദിവസമായി തുടരുകയാണ്. എന്തു സ്വാദിഷ്ടമായ റൊട്ടിയെന്നോ, സ്വർഗത്തിൽ നിന്നെങ്ങാനും വന്നോ, വളരെ സ്വാദിഷ്ടമായ നല്ല റൊട്ടിയാണ് എൻ്റെ വായിൽ കൊണ്ടുവന്നിരുന്നത്.
ഈ രാജാവ് പറയുകയാണ്, ഞാൻ അപ്പോൾ ചിന്തിച്ചു, ഈ പ്രദേശവും ഈ പ്രവിശ്യയും ഭരിക്കുന്ന രാജാവായ ഞാൻ അനവധി പരിചാരകന്മാരും പരിചാരികമാരും ഒരുക്കി തരുന്നതായ ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ഏറ്റവും സ്വാദിഷ്ടമായിരിക്കുന്ന എന്റെ നാസ്ത തന്നെ കൈകാലുകൾ വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്ന ഈ ഒരു മനുഷ്യന് 7 ദിവസവും എന്റെ വീട്ടിൽ വന്ന് ആ നാസ്തയിൽ നിന്ന് കൂസലില്ലാതെ കൊത്തിയെടുക്കുന്ന കാക്ക കൊണ്ടുപോയി കൊടുക്കുന്നുവെന്ന് മാത്രമല്ല, നെഞ്ചത്ത് കയറിയിരുന്ന് അദ്ദേഹത്തിന്റെ വായിലേക്ക് കൊത്തി നുറുക്കി, കൈകൊണ്ട് മുറിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ വായിലേക്ക് കൊത്തി നുറുക്കി കഷ്ടമാക്കി ഇട്ടുകൊടുക്കുന്നു. ഓ, ഇതാരാണ് ഈ നിയന്ത്രിക്കുന്നത്, ആരാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്? വല്ലാത്തൊരു ചിന്തയാനിക്ക് എന്ന്. ഈ മഹാരാജാവ് പിന്നീട് ലോകമറിയപ്പെട്ട സാഹിദും ദുനിയാ സർവസംഘ പരിത്യാഗിയും സാഹിദുകളുടെ നേതാവുമായ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാനായി മാറിയതിന്റെ പിന്നിലുള്ള ഒരു കഥയാണ് ബഹുമാനപ്പെട്ടവരിലൂടെ വിവരിച്ചത്. അതിലേറെ അതിശയകരമായി ആരിഫ്യങ്ങളിൽപ്പെട്ട അതുപോലൊരു മഹാൻ ദുന്നൂനിൽ മിസ്രി. ദുന്നൂനിൽ മിസ്രി എന്ന് പറയുന്ന അദ്ദേഹം തന്റെ ഒരു ചെറിയ അനുഭവം വിവരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എന്തെന്നറിയില്ല, ഒരു അസ്വസ്ഥത എൻ്റെ മനസ്സിൽ, വല്ലാത്ത അസ്വസ്ഥത. വൽവലത്തും ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വല്ലാത്ത ഒരു അസ്വസ്ഥത. വസിർതു ബിഹൈസു മാ മലക്തു നഫ്സി, എന്റെ ശരീരം ഇവിടെ പിടിച്ചാലും നിയന്ത്രിക്കാനും പറ്റാത്ത വിധം ഞാനാകെ വിഷമിച്ചുപോയി. നിർബന്ധമായും എനിക്കിവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ, അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല, ഇരിക്കപ്പൊറുതിയില്ലാത്തൊരവസ്ഥ. ഫഖറജ്തു മിനൽ ബൈത്ത്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. വീട്ടിൽ നിന്നിറങ്ങിയ ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ സന്തോഷത്തോടുകൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇറങ്ങി ഞാൻ നൈൽ നദിയുടെ കരയിലേക്ക് എത്തുകയാണ്. നൈൽ നദിയുടെ കരയിലെത്തുമ്പോ ഞാനതാ ആ നൈൽ നദിയുടെ കരയിൽ ഒരു തേളാണ്. ആ തേള് ഞാൻ ശ്രദ്ധിച്ചു. തേള് നേരെ തിരിയാതെ പോവുകയാണ്. തേളങ്ങനെ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഉളരിപ്പോകുന്ന ഈ തേളിന്റെ പിന്നാലെ ഞാൻ പോയപ്പോ ഈ തേൾ നൈൽ നദിയുടെ ഓരത്ത് ചെന്നപ്പോൾ തന്നെ ഈ തേളിനെ കാത്തിരിക്കുന്ന ഒരു തവള അപ്പോലെ ഇരിക്കുകയാണ്. ആ തവളയുടെ പുറത്ത് ഈ തേളങ്ങ് ചാടിക്കയറിയത് തന്നെ പരമാർത്ഥം ഈ തവള ഈ തേളിനെയും കൊണ്ട് നൈൽ നദിയിലേക്ക് ചാടി നീന്തുകയാണ്. നീന്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇതെന്തോ ഒരു അത്ഭുതം, ഇതൊന്ന് കണ്ടെത്തണം, ഇതൊന്ന് പരിശോധിക്കണം. എങ്ങോട്ടാണ് ഈ തേള് പോകുന്നത്, ഈ തേളിനെ തവള എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. ഞാൻ പിന്നാലെ ഒരു തോണിയെടുത്തു. ഞാനും തുഴഞ്ഞ് ഞാനും അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കുമ്പോ തേള് ഈ നൈൽ നദിയുടെ മറുകരയിൽ അപ്പുറമെത്തി ഈ തവള കൊണ്ടുപോയി വെച്ചു തേളിനെ. നൈൽ നദിയുടെ മറുകരയിൽ തവള കൊണ്ടിട്ട് ഈ തേള് കരയിലെത്തിയത് തന്നെ കണക്ക് അതിശീഘ്രം പോയി നിൽക്കുമ്പോ ഇദ്ദേഹം ചെന്നെത്തിപ്പെട്ടത് ഒരു മനുഷ്യൻ, ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ മുൻപിലാണ്. ഞാൻ ശ്രദ്ധിച്ചു, ഉറങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യനെ കടിക്കാനതാ വലിയ പണം പുലർത്തിക്കൊണ്ട് ഒരു സർപ്പം ഈ മനുഷ്യന്റെ മുന്നിലേക്ക് വരികയാണ്. മുന്നിലേക്ക് വരുന്നത് തന്നെ കണക്ക് ഈ തേൾ ചാടി വീണിട്ട് ആ സർപ്പത്തെ കഷ്ണമാക്കി തുണ്ടാക്കി അവർ തമ്മിൽ മത്സരം നടന്ന് അതിനിടയിൽ ഈ ഉറങ്ങുന്ന മനുഷ്യനെ ഉണർന്നു. അദ്ദേഹം തേളിനെയും പാമ്പിനെയും കൊല്ലുകയും ചെയ്തു. ഞാനിത് അത്ഭുതത്തോടുകൂടെ നോക്കി. ആരാണ് ഈ പറയുന്നത്? ആരിഫീങ്ങളിൽപ്പെട്ട ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തന്റെ ഒരു അനുഭവം. കേവലം യാദൃച്ഛികമായ ചില സംഭവങ്ങൾ കണ്ട് നിരീക്ഷിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ നിരീക്ഷിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ കിട്ടും. ഇതൊരു വലിയ അത്ഭുതമായോ കറാമത്തായോ നമ്മൾ കാണേണ്ട. യാദൃച്ഛിക സംഭവം എന്ന നിലയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള ചിന്താശകലങ്ങൾ നമ്മുടെ മുൻപിൽ നടക്കുന്ന ജീവികളെ, അവ പറക്കുന്നതും ഓടുന്നതും ഇഴയുന്നതുമൊക്കെ ചിന്തിച്ചാൽ ആ ഓരോ ജീവികളെയും നിരീക്ഷിക്കുന്ന മനുഷ്യർക്ക് ഇത്തരം പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കിട്ടും. ഈ നിരീക്ഷണത്തിനുള്ള തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വേണം. തൗഫീഖുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഇത്തരം അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ വസ്തുതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ കേന്ദ്ര സൃഷ്ടി. ആ മനുഷ്യന്റെ സംരക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന സംഗതികളാണിത്. കെട്ടിവരിഞ്ഞ് കയ്യും കാലും ബന്ധിതനായിക്കൊണ്ട് കുറ്റിക്കാട്ടിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് തിന്നാനില്ലെന്ന് മാത്രമല്ല, തിന്നാൻ വല്ല ഭക്ഷണവും കിട്ടിയാൽ ഇത് വായയിലേക്കാക്കാൻ പോലും സൗകര്യമില്ലാതിരിക്കുന്ന വേളയിൽ
രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് അലച്ചുകൊണ്ട് ലക്ഷണം പറയപ്പെടുന്നതായ, അതായത് എന്ത് കിട്ടിയാലും അത് ശരിക്കും തിന്നുക, എന്തും വാരിയെടുക്കുക എന്നതുകൊണ്ട് അവലക്ഷണം നോക്കപ്പെടുന്ന ജീവിയാണ് കാക്ക. ആ കാക്കയുടെ അലച്ചാണ് നമ്മൾ പറയാ. ഈ അലച്ചയുള്ള ജീവിയുടെ കൊക്കിൽ കുത്തിയിട്ട് അതേ സ്വാദിഷ്ടമായ പത്തിരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവശ്യയുടെ രാജാവിന്റെ ഭക്ഷണമാണ് ഈ വരിഞ്ഞു മുറുക്കപ്പെട്ട ബന്ധിതനായ മനുഷ്യന് നൽകുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല കാത്തു സംരക്ഷിക്കുന്നത് നൈൽ നദിക്ക് അക്കരെ കിടക്കുന്ന ഏതോ ഒരു തേള്, ആ തേളിനെ എത്തിക്കാനായി അല്ലാഹു തആല ഒരു തവളയെ ബന്ധിപ്പിച്ച് ആ തവളയുടെ പുറത്ത് കയറിയിട്ട് തവള അവിടെ കൊണ്ടുപോയി തേളിന് വെച്ചിട്ട് ഈ തേള് ചെന്ന് ഈ മനുഷ്യനെ ഉറങ്ങുമ്പോൾ കൊത്താൻ വേണ്ടി വരുന്ന, അറിയാത്ത സമയത്ത് കൊത്താൻ വരുന്ന പാമ്പിനെ കഷ്ടിക്കാനും അവ തമ്മിൽ മത്സരിപ്പിക്കാനും പറ്റുന്ന സംവിധാനം ഒരുക്കുന്നത് രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. രാവും പകലും നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നവൻ ആരാണ് എന്ന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മൾ മനുഷ്യരോട് ഒന്നാകെ ചോദിക്കുന്നുണ്ട്. ഞാനാണ് രാത്രിയും പകലും നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന്. ഈ മഹാപ്രപഞ്ചത്തിലെ കേന്ദ്രജീവി മനുഷ്യൻ എന്നതാണ് ഇസ്ലാമിന്റെ ഭാഷ്യം. അങ്ങനെ തന്നെ ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരും കാണൂ. മനുഷ്യൻ മാത്രമാണോ അല്ലാഹു തആലാന്റെ പടപ്പുകളിലെ ഏറ്റവും മുന്തിയ ജീവി? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഇത്? നമ്മളെക്കാൾ ശക്തന്മാരും നമ്മളെക്കാൾ അംഗസംഖ്യയുള്ളവരുമാണ് ജിന്നുകൾ. അവരും ഭൂമിയിലെ ജീവിയാണ്. ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ള ജീവി സഖലൈൻ എന്നാണ് ജിന്നിനെയും ഇൻസിനെയും കൂട്ടി വിളിക്കപ്പെടുക. ഭൂമിക്ക് ഭാരമായി നിൽക്കുന്ന രണ്ടു ജീവികൾ എന്ന്. മനുഷ്യ സമൂഹത്തിന്റെ ഇരട്ടിക്കിരട്ടിയുണ്ട് ജിന്നുകൾ എന്നാണ് ഈ ജിന്നുകളുടെ പടപ്പിനെ പറ്റി വിവരമുള്ള പണ്ഡിതന്മാരും ആരിഫീങ്ങളും വിവരം കിട്ടിയിട്ടുള്ളവരും പറയുന്നത്. ആ ജിന്നുകളെക്കാൾ പ്രാധാന്യവും ജിന്നുകളെക്കാൾ ഈ ഭൂമിയുടെ കേന്ദ്ര സൃഷ്ടിയായി അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നതും നമ്മൾ മനുഷ്യരാണ്. ഭൂമിയിലേതിരിക്കട്ടെ, മാനത്തെ വിശുദ്ധരാണല്ലോ അല്ലാഹു തആലാന്റെ മലക്കുകൾ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലുള്ള അല്ലാഹു തആലാന്റെ സൈന്യം, സേന എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ച മലക്കുകൾ, ആ മലക്കുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള പരിശുദ്ധരാണെങ്കിലും അല്ലാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളതും അവരെ അല്ലാഹു തആല നോക്കി നടത്തി വരുന്നതും നമുക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് മാനത്ത് ആകാശത്ത് അല്ലാഹു തആല ഈ മലക്കുകളെ കൊണ്ട് നിറച്ചിരിക്കുന്നത്. നമ്മളുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നമ്മൾ ദുആയിരക്കുന്നതിൽ കൂടുക മാത്രമല്ല, അമലുകൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കണ്ണും കാലും മൂക്കും അടക്കമുള്ള അവയവങ്ങൾ കാക്കാൻ വേണ്ടി അല്ലാഹു ഒരു മനുഷ്യന് 20-ൽ പരം മലക്കുകളെ ദിനേന രാവും പകലും നിശ്ചയിക്കുന്നുവെന്ന് പറഞ്ഞാൽ അസംഖ്യം മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല കാത്തു സംരക്ഷിക്കുന്ന ജീവിയും നമ്മൾ മനുഷ്യർ തന്നെ. ബുദ്ധിജീവികൾ കഴിഞ്ഞല്ലോ. മനുഷ്യർ, മലക്ക്, ജിന്ന്, അള്ളാന്റെ പടപ്പുകളിൽ ബുദ്ധിയുള്ളവർ എന്ന് വിവരമുള്ളതും ബുദ്ധിയുള്ളവരെന്നും ഉലുൽ ഇൽമെന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതും അവർ തന്നെയാണ്. മറ്റുള്ളവർക്കൊക്കെ ഒരുതരം അറിവുണ്ട്. പക്ഷേ ബുദ്ധിജീവികളെന്നോ വിവേകമുള്ളവർന്നോ തമ്മീസുള്ളവർന്നോ പറയാൻ വയ്യ. ഉലുൽ ഇൽമ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നവർ മലക്കുകളും ജിന്നുകളും ഇൻസുകളും. ബുദ്ധിയില്ലാത്ത ജീവികളും അചേതന വസ്തുക്കളും പിന്നെ പറയണമോ? എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണെന്നും മനുഷ്യരാണ് അള്ളാന്റെ പടപ്പുകളെ കേന്ദ്ര സൃഷ്ടിയെന്നും കേന്ദ്ര ജീവിയെന്നും നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. അല്ലാഹു തആലാന്റെ പടപ്പുകളെ മുഴുവൻ അല്ലാഹു തആല ഒരുക്കി പടച്ചിരിക്കുന്നത് ഏതു പടപ്പിന് വേണ്ടിയാണോ ആ സൃഷ്ടി നമ്മളാണ്. മലക്കുകൾ നമുക്കാണ്. നമ്മുടെ പ്രവർത്തനങ്ങളാണ് മലക്കുകൾ എഴുതുന്നത്. മലക്കുകളെ നമ്മൾ സേവിക്കുന്നില്ല. ജിന്നുകൾ നമുക്ക് വേണ്ടിയാണ് സേവിക്കുന്നത്. ജിന്നുകളെ നമ്മൾ സേവിക്കുന്നില്ല. ജിന്നുകളെ സേവിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ജിന്നുകളെ സേവിക്കാൻ കഴിയില്ല എന്നോ ഓലിയൊന്നും നോക്കാൻ കഴിയില്ല എന്നല്ല. അത് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടി വരും. നിയന്ത്രിക്കുന്നതും നമ്മൾ പിടിക്കുന്നതുമൊക്കെ ജിന്നുകളെക്കാളും മലക്കുകളെക്കാളും അല്ലാഹു തആല ആദരിച്ചിട്ടുള്ളതും മൊത്തം ചിന്തിച്ചാൽ മനുഷ്യവർഗമാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഒരു മഹാസൃഷ്ടി ഈ മനുഷ്യരിലുണ്ടല്ലോ.
നബിയെപ്പോലെ 1,24,000 അമ്പിയാക്കളും ഈ മഹാമനുഷ്യ വിഭാഗത്തിലുണ്ടല്ലോ. അവരെ കൂടി പരിഗണിക്കുമ്പോൾ മലക്കുകൾ എന്ന മൊത്തം സമൂഹത്തിലെ ഏറ്റവും ശറഫുറ്റതായ ഏറ്റവും വിശിഷ്ടരായ ജിബ്രീൽ, ഇസ്രാഫീൽ, അസ്റായിൽ തുടങ്ങിയിട്ടുള്ള മലക്കുകളെക്കാൾ പോലും മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന വസ്തുത നമ്മുടെ പണ്ഡിതന്മാർ, ഇമാമുകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള നാം പാർപ്പിക്കപ്പെട്ട ഈ ഭൂപ്രദേശങ്ങളെക്കുറിച്ചും ഇതിന്റെ ചുറ്റുവട്ടത്തെക്കുറിച്ചും അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചും ഒരു ചെറിയ നിരീക്ഷണം, ഒരു ചെറിയ ആലോചന ഒന്നങ്ങ് നടത്തി നോക്കി. അള്ളാഹു എങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവെന്ന്. ആകെ നാം ജീവിക്കുന്ന ഈ ഭൂമിയിലെ 3/4 ഭാഗവും സമുദ്രം. ആ സമുദ്രത്തിൽ നിന്നും കരയുള്ള ഭാഗം 1/4 ഭാഗം മാത്രം. ഈ 1/4 ഭാഗത്ത് ജീവിക്കുന്ന നമ്മളാണ് അല്ലാഹു തആലാന്റെ പടപ്പുകളിലെ സൃഷ്ടികളിലെ. അത് ആ പടപ്പുകൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആകാശം പ്രകമ്പനം കൊള്ളുന്നു. അത് പ്രകമ്പനം കൊള്ളേണ്ടതു തന്നെയല്ലേ? കാരണം ആകാശത്തിൽ ഒരു കാൽപാദം വെക്കാനിടമില്ല. അവിടെയൊക്കെ മലക്കുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആകാശലോകത്തിന്റെ വിവരം സ്വഹാബത്തിന് നൽകിയപ്പോൾ ആകാശത്ത് ഒരു കാൽപാദം വെക്കാനിടമില്ലാത്ത വിധം അല്ലാഹു തആല നിറച്ചു വെച്ചിരിക്കുന്ന അല്ലാഹു തആലാന്റെ മലക്കുകൾ എന്ന പടപ്പുകൾ പോലും, അവർ താമസിക്കുന്ന ഇടമായ 7 ആകാശം പോലും നമുക്ക് വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചതെന്ന് അതിന്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു ചിന്ത, ചെറിയൊരു പഠനം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ശാസ്ത്രീയ വശങ്ങളിലേക്കോ ചൊല്ലിപ്പടിച്ചുണ്ടാക്കുന്നതിലേക്കോ ഒന്നും പോകുന്നില്ല. നമുക്ക് മനസ്സിലാകാവുന്ന വിധം വിശുദ്ധ ഖുർആൻ ഏതു സാധാരണക്കാരനും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവന്റെ അനുഭവം വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധമുള്ള കാര്യങ്ങൾ മാത്രം. അതാണ് ഖുർആന്റെ ഭാഷ. മറ്റതൊക്കെ ഓരോരോ ശാസ്ത്രകാരന്മാർ ഓരോന്നിനെ കുറിച്ച് പറയുന്നത് നമ്മളങ്ങനെ ഉദ്ധരിക്കുന്നതൊക്കെ ഖണ്ഡിതമാണോ പ്രമാണബദ്ധമാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഇരിക്കുന്നില്ല. ഞാൻ ശാസ്ത്രീയമായ വിശകലനമല്ല നടത്തുന്നത്. നമ്മൾ കാണുന്ന ഈ മഹാപ്രപഞ്ചം നമ്മുടെ കണ്ണിൽപ്പെടുന്ന ഭാഗം ഏതൊക്കെയുണ്ടോ ആ ഭാഗത്തൊരു ചെറിയ വിവരണം വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകളിൽ ഇതാണ് നിറഞ്ഞു നിൽക്കുന്നത്. കൊച്ചുഭൂമി, ഈ 1/4 ഭാഗം ഭൂമിയുടെ ഒരു 1/4 ഭാഗത്തെ കരയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ വീട് പോലെ ഒരുക്കിയിരിക്കുകയല്ലേ. ആ വീടിന്റെ മച്ചിൻപുറമായിട്ടല്ലേ അല്ലാഹു ആകാശത്തെ വെച്ചത്. അല്ലാഹു ഖുർആനിൽ അത് പറയുന്നുമുണ്ട്, വസ്സഖഫിൽ മർഫൂഅ്. നിങ്ങളുടെ വീട്, ഈ വീടിന്റെ മുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന മച്ചിൻപുറം, തട്ടിൻപുറം, ആ തട്ടിൻപുറത്തെ തന്നെയാണ് വജഅൽന സ്സമാഅ സഖഫൻ മഹ്ഫൂളാ. അപകടങ്ങൾ വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കപ്പെട്ടതും ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റങ്ങളോ കവർച്ചക്കാരോ കള്ളന്മാരോ പ്രവേശിക്കുന്നതിനെ തൊട്ട് സുരക്ഷ നൽകപ്പെട്ടതുമായ നല്ല ഒരു മച്ചിൻപുറമാക്കി തട്ടിൻപുറമാക്കി നാം ആകാശങ്ങൾ വെച്ചിരിക്കുന്നു. വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. പക്ഷേ ഈ ആകാശങ്ങളിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മനുഷ്യരുണ്ടോ ചിന്തിക്കുന്നു. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ആകാശത്തിലേക്ക് ഇവിടെ നിന്നൊന്ന് മുകളിലേക്ക് നോക്കുന്നില്ലേ? നോക്കാൻ എന്തു ചന്തമാണ്. ആ കാണാൻ പറ്റുന്ന ആകാശത്തിലേക്ക് മനുഷ്യൻ നോക്കുന്നില്ലേ? ഫൗഖഹും, അവരുടെ മുകളിലല്ലേ ആകാശം. കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ, നാം അതിനെ നിർമ്മിച്ചതും പടുത്തതും എങ്ങനെയാണെന്നും അതിനെ അലങ്കരിച്ചിട്ടുള്ള രൂപങ്ങൾ എങ്ങനെയെന്നും ഒന്ന് നോക്കട്ടെ. വമാ ലഹാ മിൻ ഫുറൂജ്. എവിടെയെങ്കിലും ഒരു പൊട്ടോ വിടവോ അവിടെ കാണാനുണ്ടോ ആകാശത്തിൽ? രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോ, ചന്ദ്രൻ പൊങ്ങി നിൽക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ആകാശം, പകലിൽ സൂര്യൻ, ആ സൂര്യന്റെ പ്രകാശത്താൽ മറ്റു നക്ഷത്രങ്ങൾ കാണില്ലെങ്കിലും തെളിഞ്ഞു നിൽക്കുന്ന നീലാകാശം. ഈ ആകാശത്തെ നോക്കി നിൽക്കാൻ എന്തൊരു ചന്തമാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ കൊണ്ട് തിളങ്ങി നിൽക്കുന്ന അലങ്കാരം. ഞാനതിന്റെ ഗോളങ്ങളെ കുറിച്ച് പറയില്ല. അതിൽ ഒരു ചെറിയ നക്ഷത്രം വരെ കോടിക്കണക്കിന് സൂര്യനുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും വിശാലമാണത്രേ. ശാസ്ത്രീയ വിവരം പറയുകയാണെങ്കിൽ അങ്ങനെ കുറെ പറയാം. നമ്മുടെ കൺകാഴ്ചയിൽ മിന്നാമിനുങ്ങളെപ്പോലെ മിന്നിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊരു സൗന്ദര്യം! സൗന്ദര്യം മാത്രമോ, അതിന്റെ നിറം നമുക്ക് ശരിക്കു കാണാമല്ലോ.
ആകാശത്തിന്റെ നിറമല്ല. ആകാശത്തിന്റെ നിറം എന്ന് പറയണമെങ്കിൽ നമ്മൾ ആകാശത്തിലേക്ക് എത്തണ്ടേ? അള്ള പടുത്തു എന്നറിയുന്ന ആകാശത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ശൂന്യാകാശത്തിലാണ് എത്തുന്നത്. നമ്മൾ കാണുന്ന ശൂന്യാകാശം, ഇല്ലാത്ത ആകാശം. ഈ ഇല്ലാത്ത ആകാശം എന്ന് പറയുന്ന ആകാശത്തിന് ഉള്ളതായാണ് നമ്മൾ കൂട്ടുന്നത്. വിമാനത്തിൽ പോകുന്ന ഒരാള് വിമാനം കയറിയിട്ട് കീഴ്പോട്ട് നോക്കിയാൽ നമ്മൾ കരിപ്പൂരിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറം ഉയർന്നാൽ പിന്നെ നമ്മൾ താഴെ കാണുന്ന ആകാശമല്ലേ? മേലെ നോക്കുന്ന ഈ നീലാകാശത്തിന്റെ കളർ താഴേക്കും കാണാം. അപ്പൊ നമുക്ക് കാണാൻ നീല കാണുന്നതും നീലമ വരുന്നതും മുഴുവൻ ആകാശമല്ല. പക്ഷെ ഈ നീലയെ നമ്മൾ എന്താ പറയാ? ആകാശ കളർ നീല. ആകാശ കളർ നീലാന്നല്ലേ സാധാരണ എല്ലാവരും ഈ നീലയെ പറയുക. അള്ളാഹു ആകാശം എന്ന ഗോളം അള്ളാഹു താല പടച്ചതെങ്ങനെയാണോ, സൃഷ്ടി അള്ളാഹു പടച്ചതെങ്ങനെയാണോ നമുക്കറിയില്ല. അതിന്റെ കവാടങ്ങളിലെത്തിയ ഒരു പടപ്പ് മാത്രമേ ലോകത്ത് പ്രമാണബദ്ധമായി സ്ഥിരപ്പെട്ടിട്ടുള്ളൂ. സയ്യിദനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന മലക്കിനെ ഒന്നിച്ച് ഇസ്രാഇന്റെ മേറാജിന്റെ രാത്രിയിൽ മുത്തനബി തങ്ങൾ 7 ആകാശത്തിന്റെയും വാതിലുകൾ തുറപ്പിച്ച് ആ ആകാശങ്ങൾ കടന്ന് അള്ളാഹു നിശ്ചയിച്ച അള്ളാഹു താലാന്റെ സ്വർഗനരകങ്ങളടക്കമുള്ള അള്ളാന്റെ സകല ഗോളങ്ങളിലും പടപ്പുകളിലും സൃഷ്ടികളിലും സന്ദർശനം നടത്തി അവിടുത്തെ വിവരങ്ങളൊക്കെയും അള്ളാഹു അവർക്ക് നൽകി തിരിച്ചു പോന്നു. ഇത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമായ പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടുള്ള ഈ ഒരൊറ്റ സംഭവത്തിൽ മാത്രം ശരിയായ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെട്ട സംഭവം കേൾക്കുന്നു. ഇതല്ലാത്ത ഒരു സംഭവത്തിലും ആകാശം തുറക്കപ്പെട്ടത് കേൾക്കുന്നില്ല. അപ്പൊ തുറക്കപ്പെടുന്ന ആകാശത്തിലേക്ക് മനുഷ്യന്റെ നിരീക്ഷണവും പരീക്ഷണവും എത്തിയിട്ടില്ല. മനുഷ്യന്റെ ശാസ്ത്ര വിവരങ്ങൾ എത്തിയിട്ടില്ല. ശൂന്യാകാശത്തിലേക്ക് നോക്കിയാൽ കാണുന്ന അലങ്കാരത്തെയാണ് അല്ലാഹു വിവരിക്കുന്നത്. ഒന്ന് നോക്കേണ്ടേ? മനുഷ്യൻ നോക്കാൻ അതുതന്നെ നോക്കിയാൽ എന്തൊരു കുളിർമ നൽകുന്ന കളറാണ്. മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യനെ നമുക്ക് ശരിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം പ്രകാശം കണ്ണിന്റെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതൊരുപരി പ്രകാശമായതുകൊണ്ട്. നേരെ മറിച്ച് ആകാശത്തിലേക്ക് നോക്കാനോ ആ നീലിമ ശരിക്കും നോക്കാം. മടുപ്പ് വരാത്ത ഒരു കാഴ്ച അല്ലാഹു തആല നൽകുന്നതാണ് ആകാശം. എന്തിലേക്ക് നോക്കിയാലും മനുഷ്യൻ മടുക്കും. കാണാൻ ചന്തമുള്ള ഈ ആകാശം, ഈ ആകാശത്തിലേക്ക് നോക്കുന്നത് തന്നെ അനവധി നേട്ടങ്ങൾ നൽകുമെന്നാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇത് കേവലം ഒരു പറച്ചിലല്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, കശ്ഫിന്റെ അടിസ്ഥാനത്തിലൊക്കെയും പറയാൻ അർഹരാണ് അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മഹുല്ലാ. മഹാനർ പറയുന്നു 10 നേട്ടങ്ങളുണ്ട് മാനത്തേക്ക് നോക്കിയാൽ മാത്രം. മാനത്തേക്ക് നോക്കുക, കഅബത്തേക്ക് നോക്കുക എന്ന് പറയുന്നൊരു ഇബാദത്തല്ലേ? ഇതുപോലെ മാനത്തേക്ക് നോക്കുന്നതിലെ നേട്ടം. തൻഖുസുൽ ഹം, മനസ്താപം ചുരുക്കും. ഇത് മനസ്സിന്റെ വിഷമങ്ങളും താപവും ചുരുക്കുന്ന ഒരു മഹത്തായ നേട്ടമാണ് ആകാശത്തിലേക്കുള്ള നോട്ടം. വതുഖല്ലിലുൽ വസ്വാസ്, ദുഷിച്ച ചിന്തകളും വേണ്ടാത്തരം ചിന്തകളും വസ്വാസ് എന്ന രോഗവുമൊക്കെ ഈ ആകാശം ചുരുക്കും. വതുസീലു വഹമൽ ഖൗഫ്, ആശങ്കയുടെ ഇല്ലാത്ത വേണ്ടാത്ത ആശങ്കകൾ അതും ആകാശം നീക്കും. വതുദക്കിറു ബില്ലാ, അല്ലാഹുവിനെ നല്ലപോലെ ഓർമ്മിപ്പിക്കും. വതൻശുറു ഫിൽ ഖൽബി തഅളീമ ലില്ലാ, അല്ലാഹുവിനെ ആദരിക്കാനും മഹത്വപ്പെടുത്താനുമുള്ള മനസ്ഥിതി ഹൃദയത്തിന്റെ അകത്ത് അത് വിതറും. വതുസീലുൽ ഫിക്റ റദീഅ, ദുഷിച്ച തരത്തിലുള്ള ചിന്തകളും വേണ്ടാത്ത ആലോചനകളുമൊക്കെ ഇത് നീക്കും. വതൻഫഉ ലിമറളിസ് സൗദാ, പിത്തരോഗങ്ങൾക്ക് ഇത് ഉപകാരം ചെയ്യും. വതുസ്ലിൽ മുസ്താഖ്, പ്രേമം മൂത്ത് അല്ലാഹുവിന്റെ ഹബീബിനോടാവട്ടെ മറ്റേതെങ്കിലും ദുന്യാവസ്തുക്കളാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരവസ്ഥ വന്നാൽ ആ അവസ്ഥക്കും ഇഷ്ടക്കാർക്കും പിരിശക്കാർക്കും ഒക്കെ മനസ്സമാധാനം നൽകും. ഇത് മുഹിബ്ബീൻ, ഇഷ്ടക്കാർക്കും പിരിശക്കാർക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്ന കാമുകന്മാർക്കും കാമുകിമാർക്കും, ഇത് പറഞ്ഞാൽ അത് ഹുബിന്റെ പേരിൽ ഞാൻ അർത്ഥം വെക്കുന്നതാണ്, അങ്ങനെയുള്ളവർക്കൊക്കെയും ഇത് സന്തോഷം നൽകും. അതോടൊപ്പം പ്രാർത്ഥിക്കുന്നവർക്ക് നോക്കാനുള്ള ഖിബലയുമാകുന്നു ആകാശം. ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. കൈ ഉയർത്തുന്നത് പോലെ തന്നെ ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കൽ നിസ്കാരത്തിലല്ലാത്തപ്പോഴൊക്കെ സുന്നത്തുണ്ട് പ്രാർത്ഥനയിൽ. ആ തരത്തിലുള്ള 10 നേട്ടങ്ങൾ കിട്ടുന്ന ഈ ആകാശം, നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ആകാശം, അതിൽ സൂര്യൻ സാധാരണഗതിയിൽ നമുക്ക് അനുഭവപ്പെട്ട രീതിയിലുള്ളൊരു ചെറിയ ഓട്ടമാണ് ഞാൻ നടത്തുന്നത്. ചിന്ത അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണല്ലോ, അന്നത് ചിന്തിപ്പിക്കാന്ന് മാത്രം. വജഅല ശംസ സിറാജ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ല വിളക്കായി വച്ചിരിക്കുന്ന ഈ സൂര്യനെ കൊണ്ട് എന്തെന്തെല്ലാം ഉപകാരം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണത് എന്ന് വ്യക്തമാക്കുന്ന ധാരാളം ഉപകാരം നമുക്ക് തന്നെ ബോധ്യപ്പെടും. നമുക്ക് ബോധ്യപ്പെടുന്നിരിക്കട്ടെ, എവിടെയാ കിടക്കുന്നത് സൂര്യൻ? നമ്മളുമായി എത്ര അകലെയാണ്? കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്നതായ സൂര്യൻ കോടിക്കണക്കിന് വർഷം മുമ്പ് വിടുന്ന പ്രകാശവും താപവും മാത്രം നമ്മുടെ പ്രദേശത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ മേലും പതിക്കുന്ന വിധം അത്ര അകലെയുള്ള ഈ സൂര്യനെ അള്ളാഹു വെച്ചതിന്റെ ഓരോരോ നേട്ടങ്ങൾ സാധാരണ മനുഷ്യന്മാരെ ഖുർആൻ ചിന്തിപ്പിക്കുന്നത് മാത്രം ഞാൻ പറയട്ടെ. നമ്മുടെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിന്റെ നിദാനം സൂര്യനല്ലാതെ മറ്റെന്താണ്? സൂര്യനില്ലെങ്കിൽ നമുക്ക് പകലുണ്ടോ? സൂര്യൻ അസ്തമിച്ചില്ലെങ്കിൽ നമുക്ക് രാത്രിയുണ്ടോ? രാവും പകലുമില്ലാത്ത ഒരവസ്ഥയാണ് മനുഷ്യൻ ഈ ഭൂമുഖത്ത് അധിവസിക്കുമ്പോൾ വരുന്നതെങ്കിൽ അതെത്ര ഭയാനകമാണ്, അതെത്ര പ്രയാസകരമാണ്. ജീവിതം മുട്ടിപ്പോകില്ലേ? ജീവിതത്തിന്റെ വിഭവങ്ങൾ മുട്ടിപ്പോകില്ലേ? ഭൂമിയിലെ ഉൽപാദനങ്ങൾ മുട്ടിപ്പോകില്ലേ? ഭൂമിയിൽ നടക്കേണ്ട ഒരുപാട് സംവിധാനങ്ങൾ തകർന്നു പോകില്ലേ? നമ്മളുമായി ബന്ധപ്പെട്ട ആ ഭയാനകമായ അവസ്ഥ ഖുർആനിൽ അല്ലാഹു തുടരെയായി മൂന്നായത്തുകളിലായി സംസാരിക്കുന്നത്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ അഫലാ തസ്മഊൻ. നിങ്ങൾക്ക് രാത്രി തന്നെയാണ് അല്ലാഹു തആല നിത്യമാക്കി അന്ത്യനാൾ വരെ ഒരുക്കി തരുന്നതെങ്കിൽ പകൽ വരുന്നില്ല, പകലോനുദിക്കുന്നില്ല, പകൽ വരുന്നില്ല എന്ന അവസ്ഥയാണ് അന്ത്യനാൾ വരെയുള്ളതെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ. തമ്മിൽ കാണാൻ, വസ്തുക്കൾ കാണാൻ, ആളെ തിരിച്ചറിയാൻ, ജീവിക്കാൻ തന്നെ നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരുന്നവനാരാണ്? നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾവി എന്നതും ഇല്ലേ എന്ന് അള്ളാഹു ചോദിക്കുക. കേൾവിയായി ഇവിടെ അള്ളാഹു ഉപയോഗിക്കുന്നത്. قل أرأيتم من جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون. നിങ്ങൾക്ക് അല്ലാഹു തആല പകലിനെ തന്നെ നിത്യമാക്കി അങ്ങ് വെക്കുന്നു, സൂര്യൻ അസ്തമിച്ച് രാത്രി വരുന്നില്ല എന്ന് വെക്കുക. അങ്ങനെയെങ്കിൽ അല്ലാഹു അല്ലാതെ ഏതൊരിലാഹ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുതരും? എന്തിനാ രാത്രി? തസ്കുനൂന ഫീഹി. വീട്ടിലടങ്ങുന്നത് നിങ്ങൾ രാത്രിയിലല്ലേ? കിടന്നുറങ്ങുന്നത് നിങ്ങൾ രാത്രിയിലല്ലേ? മക്കളുടെ കൂടെ കൂടുന്നത് നിങ്ങൾ രാത്രിയിലല്ലേ? ഭാര്യമാരും ഭർത്താക്കന്മാരും ഒത്ത് നിങ്ങൾ സമ്മേളിക്കുന്നത് രാത്രിയിലല്ലേ? വീട്ടിൽ താമസിക്കാൻ പറ്റുന്ന ഈ രാത്രി നിങ്ങൾക്ക് ആര് കൊണ്ടുതരും? പകല് തന്നെയാണ് അല്ലാഹു നിശ്ചയിക്കുന്നതെങ്കിൽ. ചലിപ്പിക്കുന്ന സൂര്യനെ, ഉദിപ്പിക്കുന്ന സൂര്യനെ, അസ്തമിപ്പിക്കുന്ന സൂര്യനെ നിശ്ചലമാക്കാൻ അല്ലാഹുവിന് കഴിയുമെന്ന് വിശ്വസിച്ചവരാണല്ലോ നാം. അല്ലാഹുവിലുള്ള വിശ്വാസവും ഇസ്ലാമിന്റെ വിശ്വാസവും ഇസ്ലാമിന്റെ ആചാരവും സംസ്കാരവും പറയുമ്പോൾ അന്യമതങ്ങളുമായി ബന്ധപ്പെടുത്തി അന്യമതക്കാരുമായി സംസാരിക്കുന്ന ശൈലിയല്ല ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ, മുഅ്മിനീങ്ങളും വിശ്വാസികളുമായ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഇസ്ലാമിനെ ആ ഇസ്ലാമിൻ്റെതായ രൂപത്തിൽ അതിന്റെ വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ, ചിന്തിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. വമിർ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നാർ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് രാവും പകലും അല്ലാഹു ഒരുക്കി തന്നു. ആ രാവും പകലുമുള്ളത് കൊണ്ട് വിശ്രമിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു. രാവുള്ളത് കൊണ്ട് അധ്വാനിക്കാനും പണിയെടുക്കാനും ജോലിയെടുക്കാനും നമുക്ക് പറ്റുന്നു. പകലുള്ളത് കൊണ്ട്. പകലില്ല, ജോലിയില്ല എങ്കിൽ, രാത്രിയിൽ കിടക്കാനും ഇരിക്കാനും സൗകര്യമില്ലെങ്കിൽ എന്താകും നമ്മുടെ അവസ്ഥ? സാധാരണഗതിയിൽ ഏതു സാധാരണക്കാരനും, വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും, ശാസ്ത്രം തിരിയുന്നവനും തിരിയാത്തവനും ആലോചിക്കാൻ പറ്റുന്നതാണ് വിശുദ്ധ ഖുർആന്റെ ഭാഷ. ആ ഭാഷ തന്നെ ഞാൻ വിവരിക്കട്ടെ. രാപ്പകലുകൾ വ്യത്യാസപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു ഒരുക്കിയ ഈ സൂര്യൻ, ഈ ലോകത്ത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റമില്ലെങ്കിൽ എന്തു പറ്റും? ഉൽപാദനങ്ങൾ നടക്കുമോ? ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമോ? വസ്തുക്കൾ ഉണ്ടാകുമോ? വസ്തുക്കൾ നിലനിൽക്കുമോ? സസ്യങ്ങൾ ഉണ്ടാകുമോ? വീടുകളും നമ്മളും നിലനിൽക്കുമോ?
പല കാലങ്ങളായി നമ്മൾ തിരിയുന്നത് എന്തുകൊണ്ടാ? ഇതേ സൂര്യനെ അല്ലാഹു തആല ചലിപ്പിക്കുമ്പോൾ അതൽപ്പം ചെരിച്ചുകൊണ്ട് ഒരൽപ്പം ചെരിഞ്ഞ രീതിയിലാണ് അതിന്റെ സഞ്ചാരം. മധ്യരേഖയിൽ നിന്ന് ചെരിഞ്ഞ രീതിയിലുള്ള സഞ്ചാരം, നേർരേഖയിൽ നിന്ന് ചെരിഞ്ഞ രീതിയിലുള്ള സഞ്ചാരമില്ലെങ്കിൽ കാലാവസ്ഥയെ വ്യതിയാനപ്പെടുത്തുക എങ്ങനെയാണ്? ഗ്രീഷ്മവും ഹേമന്തവും വസന്തവും ശൈത്യവും ഇത്തരത്തിലുള്ള കാലാവസ്ഥകളുടെ വ്യത്യാസങ്ങളൊക്കെ മനുഷ്യന് വരുന്നത് ജീവികൾക്കും മനുഷ്യനും സസ്യലതാദികൾക്കുമൊക്കെ അത്യാവശ്യമല്ലേ? എങ്ങനെ വരുന്നു ഇത്? സൂര്യനെ കൊണ്ട്. ചന്ദ്രനതാ രാത്രി കാണുന്ന ചന്ദ്രൻ സൂര്യനിൽ നിന്ന് ഒരിക്കൽ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ഒന്നാണ് ചന്ദ്രൻ എന്ന് ശാസ്ത്രം പറയുന്നു. എങ്ങനെയുണ്ടാകട്ടെ? അള്ളാഹു അതിനെപ്പറ്റി അള്ളാഹു നമ്മുടെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ചിന്തിക്കാൻ. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. സൂറത്തുൽ ഫുർഖാൻ. ആകാശത്തിന്റെ അകത്തുള്ള രാശികൾ, ചന്ദ്രന്റെ സഞ്ചാരത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച രാശികൾ, സൂര്യചന്ദ്രന്റെ ചലനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച രാശികൾ, അവിടെ തിളങ്ങുന്ന വെളിച്ചം സൂര്യൻ, അതിൽ നിന്ന് പ്രഭ ഉൾക്കൊള്ളുന്ന മറ്റൊന്ന് കമർ. ഇത് അള്ളാഹു സൃഷ്ടിച്ചതും അള്ളാഹു ചലിപ്പിക്കുന്നതും എത്ര വലിയ സംഭവമാണ്. തബാറകല്ലദീ. അങ്ങനെയുള്ള അള്ളാഹു എത്ര ഗുണസമ്പൂർണനാണ്. മാസങ്ങളും വർഷങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത്, മാസത്തിന്റെ തുടക്കവും ഒടുക്കവും തിരിച്ചറിയുന്നത്, മാസങ്ങൾ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നത് ശരിക്കും കൃത്യമായി പറഞ്ഞാൽ ചന്ദ്രനെ കൊണ്ടാണ്. ജനുവരി ഫെബ്രുവരി എന്ന മാസങ്ങൾ ചന്ദ്രന്റെ ചലനം നോക്കാതെ കണക്ക് കൂട്ടാറുണ്ടെങ്കിലും അതൊരു കണക്ക് അങ്ങനെ വെച്ചു പോരുകയാണ്. എന്ന് തുടങ്ങി എന്നവസാനിപ്പിക്കുന്നുവെന്നറിയില്ല. 2015 പ്രവേശിച്ച നമുക്ക് ഇങ്ങനെ കാലഗണന തുടങ്ങിയത് 2015 വരെയുള്ള കൊല്ലം വെച്ചേ തിരിയൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോരോ മാസങ്ങളുടെ സമയങ്ങൾ, ദിവസങ്ങൾ ചിലപ്പോൾ ഏറുന്നു, ചിലപ്പോൾ ചുരുങ്ങുന്നു. ഇതെന്തുകൊണ്ടെന്നാൽ ശരിക്കും മാസത്തിന്റെ കൃത്യമായ കണക്കിന് അള്ളാഹു നിശ്ചയിച്ച ഗോളമല്ല സൂര്യൻ. കൃത്യമായും അള്ളാഹു കണക്കറിയാൻ, മാസമറിയാൻ, ലിതഅലമു അദദസ്സിനീന വൽ ഹിസാബ്, കൊല്ലങ്ങളുടെ എണ്ണം തിരിയാൻ, നിങ്ങൾക്ക് കണക്കു തിരിയാൻ അതിനല്ലാഹു നിശ്ചയിച്ചതാണ് ചന്ദ്രൻ. വഹുവല്ലദീ ജഅല ലകുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ. സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നതും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർക്കും ദിശയറിയാൻ, ദിക്കറിയാൻ അള്ളാഹു ഒരുക്കിയിട്ടുള്ള നക്ഷത്രങ്ങൾ. ഇതൊക്കെ മാനത്ത് നമ്മൾ കാണുന്ന സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വിവരമാണ്. ഇത് നമ്മുടെ അറിവിലുള്ളത് തന്നെ. വിശുദ്ധ ഖുർആൻ ചിന്തിപ്പിക്കുന്ന ഭാഗം മാത്രം ഞാൻ അങ്ങനെ ഓതിപ്പോകുന്നേ ഉള്ളൂ. ഇതിന്റെ ഗാഢമായ വശങ്ങളിലേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ചിന്ത കൊണ്ടുപോകുന്നുമില്ല. നമ്മൾ താമസിക്കുന്ന ഭൂമിയെ അള്ള ഒരുക്കിത്തന്ന വിധാനം വെച്ച് അള്ള ചിന്തിപ്പിക്കുകയാണ്. അക്ഷരാഭ്യാസമുള്ളവർക്കും അല്ലാത്തവർക്കും തിരിയുന്ന ഭാഷ, സാമാന്യ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. സൂറത്തുൽ ദാരിയാത്ത്. എങ്ങനെ വിധാനിച്ചതാ അല്ലാഹു തആല ഈ ഭൂമി? നാമാണ് ഇതിനെ വിധാനിച്ചത്. ഇത് വിധാനിച്ചവൻ എത്ര നല്ല തരത്തിലായി ഇതിനെ വിധാനിച്ചിരിക്കുന്നതെന്ന് അല്ലാഹു തആല പറയുന്നു. ഇതിനെ പരത്തി നമുക്ക് ഇഷ്ടം പോലെ വസിക്കാൻ പറ്റുന്ന വിധം. ഭൂമി ഉരുണ്ടോ പരന്നോ എന്ന ശാസ്ത്രീയ വിഷയങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഭൂമി നമുക്ക് നമ്മെ സംബന്ധിച്ച് വലിയ പരന്ന ഒരു വിധാനമാണ്. നമുക്ക് ഇഷ്ടം പോലെ ചാടാം, ഇഷ്ടം പോലെ ഓടാം, ഇഷ്ടം പോലെ കിളക്കാം, ഇഷ്ടം പോലെ കുഴിക്കാം, ഇഷ്ടം പോലെ എന്തും ചെയ്യാം. JCBകളായും നമ്മൾ കണ്ടെത്തുന്ന യന്ത്രങ്ങളായും ഇടിച്ച് പൊടിച്ച് എന്തൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ ഭൂമിയുടെ മാറിടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കല്ലുകളാക്കിയും പാറകളാക്കിയും പർവ്വതങ്ങൾ ആണികളാക്കിയും അല്ലാഹു നിശ്ചയിച്ചതുവരെയും അള്ളാഹു ഒരുക്കിയതുവരെയും നമ്മൾ ഇടിപൊടി തമരാക്കുമാർ നമ്മുടെ പഠനം പുരോഗമിച്ചിരിക്കുന്നു, നമ്മളെ യന്ത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും സുഖകരമായി വസിക്കാൻ, എന്നിട്ടും സുഖകരമായി നിദ്ര കൊള്ളാൻ, സുഖകരമായി നടക്കാൻ, സുഖകരമായി കളിക്കാൻ നമുക്ക് പറ്റുന്നത് അള്ളാഹു ഈ ഭൂമിയെ ഇவ்விധം വിധാനിച്ചതുകൊണ്ടല്ലേ. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള ഭൂകമ്പമോ ഇളക്കമോ കമ്പനമോ ഭൂമിക്കുണ്ടായാൽ അതുകൊണ്ടുണ്ടായിത്തീരുന്ന നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകളും അതിന്റെ കഥകളും നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപുള്ളത് പറഞ്ഞാൽ പോലും ഭീതി ജനിച്ചു പോകും. നമ്മുടെ നാട്ടിൽ തന്നെ വീടിൽ ചെറിയൊരു ചലനം, നേരിയൊരു ചലനം, വീടിൽ നിന്നെല്ലാവരും ഇറങ്ങിയിട്ട് ഗ്രൗണ്ടിലെത്തണമെന്ന് പറയുമ്പോൾ എത്ര മക്കളും എത്ര ആളുകളുമാണ് കൂട്ടം കൂടിയിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തുക. എന്തേ? എത്ര കാലം നമ്മൾ കിടന്നുറങ്ങി, എത്ര കാലം വീടിൽ നിന്നു, ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചില്ല, പേടിപ്പിച്ചില്ല. സുഖമായി
ദീർഘമായി സന്ധി ഉറങ്ങിയിട്ടുള്ള നാം ഒരു ചെറിയ പേടിപ്പെടുത്തലോ താക്കീതോ വരുമ്പോഴേക്ക് മാറി നിൽക്കേണ്ടി വരുന്നത് ഈ ഭൂമിയുടെ വിധാനിച്ച ഈ അവസ്ഥയിൽ ഒരു ചെറിയ ഇളക്കം തട്ടുമ്പം പേടിച്ചല്ലേ? ഇരിക്കട്ടെ, ഈ ഭൂമിയിൽ നല്ല നിലക്ക് പച്ചയായ രീതിയിലും തണുപ്പുള്ള രീതിയിലും വറ്റി വരണ്ട രീതിയിലും നല്ല ഉതിർപ്പുള്ള രീതിയിലുമാക്കി അള്ളാഹു തരം തിരിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ള വിധാനം അള്ളാഹു മനസ്സിലാക്കിയ അള്ളാഹിന്റെ തീരുമാനത്തിലുള്ള കൃത്യമായ വിധാനം. വജഅല മഹബ്ബ ശിമാൽ, ഇതിന്റെ വടക്കുഭാഗം തെക്കുഭാഗത്തേക്ക് ഒരൽപ്പം ചെരിഞ്ഞിട്ട് വന്നിട്ടില്ല എങ്കിൽ, ഒരൽപ്പം ചെരിവില്ല എങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം വെള്ളം കെട്ടി നിൽക്കുമായിരുന്നില്ലേ? നമ്മുടെ ചാലിയാറിലൂടെ എത്ര കാലമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം എടവണ്ണയിലൂടെ അരീക്കോടിലൂടെ നമ്മൾ കാണെ തന്നെ പുഴയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഫറോക്കിലൂടെ ചെന്നെത്തി കടലിൽ പോയി അവസാനിക്കുന്നതും കടലിൽ പോയി ചേരുന്നതും നമുക്ക് കാണാം. ആ കടലും ഈ വെള്ളവും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ലെങ്കിലും ഇതിന്റെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുവെങ്കിലും നമ്മുടെ കാഴ്ചയിൽ കടലിൽ ചേരുകയാണ്. ഈ ചേരുന്നത് എന്തുകൊണ്ടാണ്? ഇത് നേരെ കുത്തന പോലെ കീഴ്പോട്ടൊഴുകാൻ പറ്റുന്ന വിധം, ഇവിടെ നിന്ന് ഫറൂഖിലേക്ക് സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് ഒഴുകാൻ പറ്റുന്ന വിധം ഒരു ചെരിവ് അല്ലാഹു തആല ഭൂമിക്ക് വെച്ചിട്ടില്ല എങ്കിൽ ഇത് നടക്കുമായിരുന്നോ? അല്ലാഹു തആല ഭൂമിയെ നമ്മൾ പാർക്കുന്നിടം നോക്കിയിട്ട് വെച്ചത് അതിൻ്റെ അകത്തുള്ള വിഭവങ്ങളോ, എന്തെല്ലാം തരത്തിലുള്ള വിഭവങ്ങളാ ഭൂമിക്കകത്ത് നമ്മൾ കിളച്ചുണ്ടാക്കുന്നതോ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുന്നതോ മാത്രമല്ല, അള്ള പടച്ചു വെച്ചത് കുഴിച്ചിട്ടെടുക്കാൻ പറ്റുന്ന എന്തെല്ലാം രത്നങ്ങൾ, ഏതെല്ലാം ലോഹങ്ങൾ, ഏതെല്ലാം വിലമതിപ്പുള്ള വസ്തുക്കളാണ്. സ്വർണവും വെള്ളിയും ഇരുമ്പും ഖനിയുമെല്ലാം നമ്മൾ ഓരോ ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് അല്ലാഹു ഈ ഭൂമിയിൽ നിക്ഷേപിച്ചതല്ലേ? സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വാസൽനാ ലഹു ഐനൽ ഖിത്ർ, ചെമ്പുപയോഗിക്കാനും ചെമ്പ് കൊണ്ട് ഉപകരിക്കാനും നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചുവെന്ന് അല്ലാഹു തആല മഹത്തായ അനുഗ്രഹം എടുത്തു പറയുമ്പോൾ, പടച്ചോൻ ചെയ്ത ഒരു അനുഗ്രഹം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ചെയ്തു കൊടുത്തത് ചെമ്പുപയോഗിക്കാൻ വേണ്ടി അല്ലാഹു ഒരുക്കി കൊടുത്തത് പറയുമ്പോൾ, ആ ചെമ്പിന്റെ ഉപയോഗം വരുന്നതും ചെമ്പിനെ കുഴിച്ചെടുക്കാനുള്ള സൗകര്യം കിട്ടുന്നതും സുലൈമാൻ നബിയുടെ കാലത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ എങ്ങനെ പിന്നിട്ടു, നമ്മൾ ആ ചെമ്പ് ലോഹം ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലേ? ഇരുമ്പെന്ന ലോഹമില്ലായിരുന്നെങ്കിൽ നമ്മുടെ പുരകളെവിടെ വാർക്കും? നമ്മൾ ഇരുമ്പ് കത്തി എവിടെ ഉണ്ടാക്കും? നമ്മുടെ ഉപകരണങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? അല്ലാഹു അത് ലോക ജനതക്ക് മൊത്തമായി വഅൻസൽനൽ ഹദീദ് ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്, ഇരുമ്പ് എന്ന് പറയുന്ന ആ ലോഹം എത്ര കരുത്തതാണ്! ആ ലോഹം, കരുകരുത്ത ആ ലോഹത്തെയും, എന്നാൽ ജനങ്ങൾക്ക് ഉപകാരം ധാരാളമുള്ള ആ ലോഹത്തെയും നമ്മളല്ലേ നിങ്ങൾക്ക് ഇറക്കി തന്നത് എന്ന് അല്ലാഹു തആല പറയുമ്പോ, ഇതിന്റെ പേരിൽ ഇതുണർത്താനായി അല്ലാഹു ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിൽ വെക്കുമ്പോ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതല്ലേ? നിസ്സാരമായ നമ്മുടെ കത്തിയുടെ ഇരുമ്പ്, നമ്മുടെ മടവാളിന്റെ ഇരുമ്പ്, നമ്മുടെ കൈക്കോട്ടിന്റെ ഇരുമ്പ്, ഈ ഇരുമ്പ് അല്ലാഹു തആല തന്നത് ഈ ഭൂമിയിൽ നിന്നാണ്. ഇങ്ങനെയുള്ള നമ്മുടെ ഉപഭോഗ വസ്തുക്കൾ ഓരോന്നോരോന്ന് ചിന്തിച്ചാൽ ഞാനിപ്പറയുന്നത് അത്രയും അല്ലാഹുവിന്റെ കലാമായി വിശുദ്ധ ഖുർആനിൽ ഓരോരോ സൂറത്തുകൾ തന്നെ അപ്പേരിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ളതാണ്. സൂറത്തുകളുടെ പേരാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ ഒരു വസ്തുത ഉണർത്താൻ മാത്രം. ഈ ഭൂമിയിൽ തന്നെ കരയുടെ ഭാഗത്തുള്ള ഇത്തരം വിഭവങ്ങൾ മാറ്റി നിർത്തൂ. മുക്കാൽ ഭാഗവും നിറഞ്ഞു നിൽക്കുന്നത് സമുദ്രമല്ലേ? ആ സമുദ്രത്തിനകത്ത് വെള്ളമല്ലേ? വേറെയും വെള്ളം, ഉപയോഗശൂന്യമല്ലാത്ത വെള്ളം, നല്ലോണം കുടിക്കാൻ പറ്റുന്ന നൽതണ്ണീര്, ഉപ്പ് നിറഞ്ഞ വെള്ളമല്ലാത്ത വെള്ളം അല്ലാഹു തആല ഇറക്കി തരുന്നു. വായു അല്ലാഹു ഒരുക്കി തരുന്നു. തീ അല്ലാഹു ഒരുക്കി തരുന്നു. ഇതൊക്കെ അല്ലാഹു ഖുർആനിൽ നമ്മളോട് പറ്റു പറയുന്നുണ്ട്, ഔദാര്യം പറയുന്നുണ്ട്. വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യാ, ഭൂമിയുടെ മുക്കാൽ ഭാഗവും സമുദ്രമാണെന്നത് ശരി തന്നെയാണ്. നിങ്ങൾക്കെന്താണ് ഈ സമുദ്രത്തിലെ നേട്ടം? അല്ലാഹു നിങ്ങൾക്ക് ആ സമുദ്രത്തെ ഇരമ്പി വരുന്ന സമുദ്രമായിട്ടും ഒന്നിച്ചു വരുന്ന തിരയടികൾ ഒന്നിച്ച് നിങ്ങളുടെ മുകളിലേക്ക് വന്നിട്ടും നിങ്ങളെ ആക്രമിക്കുന്നത് പോലുള്ള സ്വഭാവത്തിൽ അല്ലാഹു തആല വെള്ളത്തെ സംവിധാനിച്ചിട്ടും ആ സമുദ്രത്തെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തുന്നു. മീൻ പിടിക്കാൻ, തിന്നാൻ, സാപ്പിടാൻ, ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യാ, നശിക്കാത്ത, പകർച്ച വരാത്ത, വാസന വരാത്ത നല്ല മത്സ്യം നിങ്ങൾക്ക് തിന്നാൻ, മാംസം നിങ്ങൾക്ക് തിന്നാൻ. നമ്മുടെ ആകെ കൂട്ടാൻ തന്നെ മീനല്ലേ? ദിവസേന നമ്മുടെ കറി മീനല്ലേ?
പൊരിമീനല്ലേ? നിത്യമായി നമ്മുടെ വീട്ടിൽ പണ്ടത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി മീൻകാരൻ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് മീൻ തന്നില്ലെങ്കിൽ നമുക്കന്ന് കറിയുണ്ടോ? കറിക്ക് നമ്മൾ എത്ര മീനാ ലോകത്തെ ജനങ്ങൾ മുഴുവനും കൂടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? എവിടെ നിന്നാണ് അല്ലാഹു ഇതൊക്കെ ഒരുക്കി തരുന്നത്? നമ്മുടെ ഭൂമിയിൽ, നാം താമസിക്കുന്ന ഭൂമിയിൽ, നമുക്ക് വേണ്ടപ്പെടുക്കപ്പെട്ട ഭൂമിയിൽ അല്ലാഹു നമുക്ക് തിന്നാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എത്രയെത്ര കാലം, എന്തു ക്ഷാമമുള്ള സമയമാണെങ്കിലും അല്ലാഹു ഒരുക്കി തരുന്നത്. സൂറത്തുൻ നഹൽ യഖ്റുജു ഫീഹി മല്ലുലു വൽ മർജാൻ, പ്രത്യേകക്കാർക്ക് മാത്രം കിട്ടുന്ന നല്ല മുത്തുകളും മരതകവും പോലുള്ള വലിയ വലിയ രത്നങ്ങൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു. ഇതൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന സമുദ്രം, ആ സമുദ്രത്തിലെ വെള്ളം നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റില്ല, ദാഹിച്ചാൽ കുടിക്കാൻ കഴിയില്ല. വസ്ത്രമലക്കാൻ പോലും നമ്മുടെ ഇഷ്ടം പോലെ വെളുക്കുന്ന തരത്തിലുള്ള വസ്ത്രം, വെളുക്കാൻ പറ്റുന്ന വസ്ത്രം അലക്കാൻ പറ്റില്ല സമുദ്രജലം കൊണ്ട്. നിറത്തിനൊരു വ്യത്യാസം കാണും. അതുകൊണ്ട് തന്നെ അല്ലാഹു സമുദ്രജലം കൊണ്ട് നിർത്താതെ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് അഫലാ യുമിനൂൻ, ജീവനുള്ള വസ്തുക്കൾക്കൊക്കെയും അല്ലാഹു തആല ജലം അതിന്റെ നിലനിൽപ്പിന് വേണ്ടി നൽകുന്നു. ആ ജലമില്ലെങ്കിൽ മനുഷ്യൻ നീരുവറ്റിപ്പോയി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ജലം വാർന്നു, വെള്ളം വാർന്നു, അപകടം പറ്റിയാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ എടുത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലെങ്കിൽ നീരുവറ്റി, രക്തം വാർന്നു, വെള്ളം പോയി എന്നാ പറയാ. ശരീരത്തിനകത്ത് എന്തെല്ലാം തരം നീരുകൾ അല്ലാഹു ഒരുക്കുന്നു. ഇതൊക്കെ വെള്ളത്തിൽ നിന്നുണ്ടാകുന്നതും വെള്ളത്തിന്റെ മാറ്റങ്ങളുമാണ്. വഅർസൽന الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما أنتم له بخازنين. ഈ മഴവെള്ളം തരാൻ വേണ്ടി കാറ്റുകളും വായുവും അല്ലാഹു ഒരുക്കുന്നത് ചെറുതല്ലല്ലോ. ഈ കാറ്റ്, വായു, വെള്ളം. അഫറഅയ്തുമുൻ നാറല്ലതി തുറൂൻ അഅൻതും അൻശഅ്തും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. ഗ്യാസിന്റെ അടുപ്പാവട്ടെ, വിറക് വെക്കുന്ന അടുപ്പാവട്ടെ, ഏതുതരം അടുപ്പാവട്ടെ, വസ്തുക്കൾ നിങ്ങൾ വേവിക്കുന്നതും പാകപ്പെടുത്തുന്നതും തീ ഉപയോഗിച്ചല്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന തീയിനെ പറ്റൊന്ന് പറയൂ, നിങ്ങൾ കത്തിക്കുന്ന തീയിനെ പറ്റി ഒന്ന് പറയൂ. അൻതും അൻശഅ്തും ശജറതഹാ, ഈ തീ കത്തിക്കാൻ വേണ്ടത് നിങ്ങളാണോ പടക്കുന്നത്, അതല്ല നമ്മളാണോ ഉണ്ടാക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ നമ്മൾ കത്തിക്കുന്ന തീ തന്നതിന് അല്ലാഹു പറ്റു പറയുന്നു, അല്ലാഹു കണക്ക് പറയുന്നു, അല്ലാഹു അനുഗ്രഹമായി എടുത്തു പറയുന്നു. പറവകളായി, കാലുകളായി, മത്സ്യങ്ങളായി, തേനീച്ചയായി, ഉറുമ്പായി, ചിലന്തിയായി, ഈച്ചയായി, എന്തെല്ലാം പ്രാണികൾ അല്ലാഹു തആല പടച്ചത് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. ദുബാബ്, ഈച്ച അല്ല പറയുന്നുണ്ട്. നഹൽ, തേനീച്ച അല്ല പറയുന്നുണ്ട്, ഒരു സൂറത്ത് തന്നെയുണ്ട്. നംല്, ഉറുമ്പ് അല്ല പറയുന്നുണ്ട്, ഒരു സൂറത്ത് തന്നെയുണ്ട്. ചിലന്തി, അങ്കബൂത്ത്, ഒരു സൂറത്ത് തന്നെയുണ്ട്. മത്സ്യങ്ങൾ, കാലികൾ, പറവകൾ, ഇങ്ങനെയുള്ള അല്ലാഹു പടച്ച ഈ ഭൂമിക്കകത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും ബന്ധപ്പെടുന്നതുമായ വസ്തുക്കൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട പ്രയോജനങ്ങളും അവയുടെ നിലനിൽപ്പും അല്ലാഹു ചിന്തിപ്പിക്കുന്നത് നമ്മൾ ഓർക്കണം. അലം യറൗ ഇലത്വയീർ മുസഖറാത്തിൻ ഫീ ജവ്വിസ് സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. വായുമണ്ഡലത്തിൽ പറക്കാൻ പറ്റുന്ന വിധം ഓരോരോ പറവകൾ പറക്കുന്നത് നമ്മൾ നോക്കിയാൽ ചെറിയ ചെറിയ കുരുവികൾ എത്രയോ ഉയരങ്ങളിലേക്ക് പറന്നു പോകുമ്പോൾ ആ മണ്ഡലത്തിൽ, വായുമണ്ഡലത്തിൽ നിൽക്കാൻ പറ്റുന്ന വിധം അവയെ സംവിധാനിച്ചിരിക്കുന്ന റബ്ബിനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവയെ പടച്ച റബ്ബിനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവയുടെ കൊക്കും കാലും അതിന് പറ്റുന്ന വിധം, അവയുടെ ചിറകും അതിൻ്റെ എല്ലാ തൂവലുകളും അതിന് പറ്റുന്ന വിധം അല്ലാഹു സംവിധാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവ പറക്കാൻ സാധിക്കുമോ? പറന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ കുറവുകൾ വരും. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന. വാഹനമായി മനുഷ്യൻ പണ്ടുപയോഗിച്ച, ഇന്നും ഉപയോഗിക്കുന്ന കുതിരകൾ, കോവർ, കഴുതകൾ തുടങ്ങിയിട്ടുള്ളവ. അമദ്ദകും ബി അൻആമിൻ വബനീൻ, നാൽക്കാലികൾ എന്നിവ. ഇവയോരോന്നും ചിന്തിച്ചാൽ എന്തൊക്കെ അത്ഭുതങ്ങളാ! ഓരോ നാൽക്കാലിയും ഇരുക്കാലിയും നടക്കുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. ഇരുകാലിയായ നമ്മൾ നടക്കുന്നതും നാൽക്കാലിയായ നാൽക്കാലി മൃഗങ്ങൾ നടക്കുന്നതും അല്ലാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനം. അതിൻ്റെ ഓരോരോ അനക്കങ്ങളും ചലനങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ, നടത്തത്തിന് വേണ്ടി 4 കാല് അല്ലാഹു നൽകുമ്പോൾ അതിൻ്റെ മുന്നിലെ ഒരു കായും പിന്നിലെ ഒരു കാലും ഒരേ സമയത്താ ചലിക്കുന്നത്. അപ്പോൾ മറ്റേ രണ്ട് വസ്തുക്കൾ ഊന്നൽ നൽകുകയാ.
നമ്മുടെ രണ്ട് കാലുകളിൽ നിന്ന് ഒരു കാലെടുത്ത് അപ്പുറത്തേക്ക് നീക്കുമ്പോൾ മറ്റേ കാൽ ഊന്നൽ നൽകി ഇവിടെ വെക്കണം. രണ്ടും കൂടി ഒപ്പം ഉയർത്തിയാൽ അതിന് ചാട്ടം എന്നാ പറയാ, നടത്തമല്ല. നടക്കല്ലെങ്കിൽ നമുക്ക് ചാടിയാൽ എത്ര പേരെ ചാടാൻ പറ്റും? എത്ര കാലം നമ്മൾ നടന്നു ഈ കാലുകൊണ്ട്. ഈ കാലതിന് പറ്റുന്ന വിധം ഒരുക്കി തന്ന രാജാതിരാജൻ, നമ്മുടെ കാലുകളെ ആ വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജാതിരാജൻ, ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഓരോന്ന് മനസ്സിലാക്കിയാൽ ഉൽപ്പന്നങ്ങളാവട്ടെ, അവയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചെടികളാകട്ടെ, മരങ്ങളാവട്ടെ, തോട്ടങ്ങളാവട്ടെ, ഉദ്യാനങ്ങളാകട്ടെ, മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅൻബത്നാ ബിഹി حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون فأنبتنا به حدائق ذات بهجة. നല്ല പ്രസന്നതയുള്ള തോട്ടങ്ങൾ, പ്രസന്നതയുള്ള നല്ല തോട്ടങ്ങളെ അല്ലാഹു തആല ഉണ്ടാക്കി തരുന്നു. നമ്മുടെ എസ്റ്റേറ്റുകളാവട്ടെ, നമ്മൾ ഉണ്ടാക്കി തിന്നുന്ന ധാന്യങ്ങളുടേതാവട്ടെ, കനിവർഗങ്ങളുടേതാവട്ടെ, പഴങ്ങളുടേതാവട്ടെ, ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഈ ഭൂമിയിൽ അല്ലാഹു ഒരുക്കി തരുന്ന നിത്യോപയോഗ വസ്തുക്കൾ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോഗ വസ്തുക്കൾ, നമ്മൾ കിടന്നുറങ്ങുന്ന മണ്ണ്, നമ്മൾ കിടന്നുറങ്ങുന്ന വീട്, ഇതൊക്കെ തന്നെ ചിന്തിച്ചാൽ പുലിന്ദുറു മദാഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് ലോകരോട് പറയൂ നബി എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ ഈ പടപ്പുകളൊക്കെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് നമുക്കാണെന്ന് ബോധ്യപ്പെടും. നമ്മൾ മനുഷ്യരുടെ പ്രയോജനം കാണാത്ത ഒന്നുമില്ല. കണ്ടില്ലേ നിങ്ങൾ, ദുന്നൂനിൽ മിസ്രി എന്നവരുടെ കാഴ്ചയിൽപ്പെട്ട തേള് ഉപദ്രവജീവിയല്ലേ? തേള് കൊല്ലൽ സുന്നത്തുള്ള ജീവിയാണ്. തേള് കൊല്ലൽ സുന്നത്തുള്ള ജീവിയാണ്. പാമ്പ് ഉപദ്രവജീവിയായി എണ്ണപ്പെട്ട ഈ ഒരു പാമ്പ് കൊണ്ടും തേളുകൊണ്ടും എന്ത് നമുക്ക് പ്രയോജനം എന്ന് ചിന്തിക്കാം. പക്ഷേ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ കൊത്താൻ വേണ്ടി ചൊല്ലുന്ന ഒരു ജീവിയെ നമ്മളുടെ ഉപദ്രവജീവിയായ തേളുകൊണ്ടാണ് അല്ലാഹു തആല കാക്കുന്നത് എന്ന് ഒരനുഭവം. എത്ര അനുഭവങ്ങൾ നമ്മുടെ അനുഭവത്തിൽ കാണാം. നമ്മൾ വീട്ടിൽ കിടങ്ങുന്നവർ മാത്രമാണോ അല്ലാന്റെ ലോകത്തുള്ള മനുഷ്യർ? നമ്മൾ തന്നെ ഉറങ്ങുമ്പോ എല്ലാ പ്രാണികളും ഇല്ലേ? പകലിൽ കാണുന്ന പ്രാണികളൊക്കെ ഇല്ലേ? ഒരു വെളിച്ചം വെച്ചാൽ കാണുന്ന പ്രാണികളൊക്കെ ഇല്ലേ? എന്തുകൊണ്ടവ മൂക്കിൽ കിടക്കുന്നില്ല? എന്തുകൊണ്ടവ കണ്ണിൽ കിടക്കുന്നില്ല? ഇവയൊക്കെ മൊത്തം ചിന്തിച്ചാൽ അല്ലാഹു പടച്ച ഈ വിഭവങ്ങൾ അത്രയും, പടപ്പുകൾ അത്രയും, സൃഷ്ടികൾ അത്രയും മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടി, മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി, മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചതാണ്. കേന്ദ്രജീവി മനുഷ്യനാണ്, കേന്ദ്രസൃഷ്ടി മനുഷ്യനാണ്. കേന്ദ്രസൃഷ്ടിയായി മനുഷ്യന് വേണ്ടിയാണ് കോടാനുകോടി മലക്കുകളെ മാനത്ത് മൊത്തം അല്ലാഹു തആല നിറച്ചു വെച്ചതെന്ന് വരുമ്പോ, സമുദ്രത്തിലുള്ള ജലങ്ങളെ മുഴുവൻ അല്ലാഹു തആല ഒരുക്കിയിട്ട് അതിന്റെ പ്രകമ്പനത്തിന്റെയും ഇരമ്പലിന്റെയും അതേ രൂപത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചത് നമുക്ക് വേണ്ടിയാണെന്ന് വരുമ്പോ, അതിൻ്റെ അകത്തമുത്തും പവിഴവും മാണിക്യവും മരതകവും അടക്കമുള്ള എന്ത് വസ്തുക്കൾ വേണമെങ്കിലും, അത്തരത്തിലുള്ള വിലപ്പെട്ട വസ്തുക്കൾ ഇരിക്കട്ടെ, സാധാരണ മത്സ്യങ്ങൾ വരെ നമ്മുടെ ഉപയോഗത്തിനും ഉപകാരത്തിനുമാണെന്ന് വരുമ്പോ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് ആകാശഭൂമികളിലുള്ള മൊത്തം. എന്നിട്ട് അല്ലാഹു പറയുന്നതോ തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. അല്ലാഹു പടച്ചിട്ടുള്ള ആകാശഗോളങ്ങളേഴും അല്ലാഹു തആലാക്ക് വേണ്ടി വാഴ്ത്തുകയും അല്ലാഹു തആലാക്ക് വേണ്ടി കീഴ്പ്പെടുകയും ചെയ്യും. വൽ അർളു, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട നിങ്ങളുടെ വാസസ്ഥലമായ ഭൂമി, ആ ഭൂമി മൊത്തമായി അല്ലാഹു തആലാക്ക് വേണ്ടി കീഴ്പ്പെടുത്ത് വണങ്ങിക്കൊണ്ട് ജീവിക്കും. വമൻ ഫീഹിന്ന, ഈ സൃഷ്ടികളിൽ അല്ലാഹു പടച്ചിരിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും അല്ലാഹുവിന് കീഴ്പ്പെട്ടി വണങ്ങിക്കൊണ്ടിരിക്കും. വഇൻ മിൻ ശൈഇ, ഉള്ളതായി അല്ലാഹു തആല പടച്ചിട്ടുള്ള ഒന്നുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദി, തനിക്ക് ഉണ്മ നൽകിയതിന്റെ പേരിൽ അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും തനിക്ക് ഉണ്മ നൽകി പരിപാലിച്ച് നിയന്ത്രിച്ചു പോരുന്ന അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടും തസ്ബീഹ് ചൊല്ലി അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നതായി, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായി അല്ലാതെ ഒരു വസ്തുവുമില്ല.
വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ മനുഷ്യർ നിങ്ങൾക്ക് അവയുടെ തസ്ബീഹ് അറിയുന്നില്ലെന്ന് മാത്രം. ഇത് നിൽപ്പിന്റെ തസ്ബീഹ് മാത്രമല്ലെന്ന് വ്യക്തമാക്കുന്നു ഈ ആയത്ത്. ബാഹ്യമായി നമുക്ക് ഓതിയാൽ തന്നെ മനസ്സിലാകും അവരുടെ തസ്ബീഹ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കിളികൾ കളകളാരവും മുഴക്കുന്നത് അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുകയാണ്, ഹംദ് ചെയ്യുകയാണ്. അതോടൊപ്പം അവക്ക് നിയമിക്കപ്പെട്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്നു, നിയമം ലംഘിച്ചു ജീവിക്കുന്നില്ല. അള്ള വിധാനിച്ച വിധാനങ്ങളിൽ നിന്നോ അള്ള ചലിപ്പിക്കുന്ന രേഖകളിൽ നിന്നോ തെന്നിപ്പോകുന്നില്ല. ആകാശമെങ്ങാനും അതിനെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ആ വിധാനം വിട്ട് ചലിച്ചിരുന്നെങ്കിൽ, ആകാശത്തള്ള ഒരുക്കിയ സൂര്യചന്ദ്രാദികൾ അള്ള ഒരുക്കിയതിന്റെ ബാലൻസ് മാറി തെറ്റിക്കൊണ്ട് സഞ്ചരിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അതിന്റെ മാറ്റങ്ങൾ ഇവിടെ കാണില്ലേ? പടച്ചു വെച്ചതൊക്കെയും അള്ളാഹു സൃഷ്ടിച്ച നേർരേഖയിലൂടെ അതിന്റെ ബാലൻസ് തെറ്റാതെ കൃത്യമായി സന്തുലനം പിഴക്കാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾക്കവ മനസ്സിലാകുന്നില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. നിങ്ങൾക്ക് വേണ്ടി പടച്ച ഇവകളൊക്കെ തസ്ബീഹും കീഴ്പ്പെടലും നടത്തുമ്പോ നിങ്ങൾ അള്ളാഹുവിനിക്ക് വഴിപ്പെടാതെയും നിങ്ങൾ കീഴ്പ്പെടാതെയും ജീവിക്കുന്നത് അള്ള കാണായികയല്ല, അറിയായികയല്ല. അള്ളാഹു വല്ലാത്ത സഹിഷ്ണു, ഹലീം, ഹിൽമുള്ളവരാണ്. അള്ളാഹു അവന്റെ കോപവും ക്രോധവും ഈ ദുന്യാവിൽ ഒതുക്കി വെക്കുകയാണ്. ഒഫൂറ, പരലോകത്ത് ചെന്നാലും അള്ളാഹു നിങ്ങളുടെ തെണ്ടിപ്പുകളും അക്രമങ്ങളും ഒക്കെ മാപ്പാക്കും. ഈ ഗുണമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കും എന്ന താക്കീത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോ, അള്ളാഹു നമുക്ക് വേണ്ടി പടച്ച ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതുമായ സകല ജീവികളും അതതിൻ്റെ ക്രമത്തിൽ നടക്കുമ്പോൾ ജിന്ന്, ഇൻസ് എന്ന ഈ രണ്ട് വർഗം മാത്രമാണ് പ്രത്യേകമായ ചിന്ത കൊണ്ടും സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ചിന്ത കൊണ്ടും സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെടണം എന്ന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പടപ്പ്. ജിന്ന് അവിടെ ഇരിക്കട്ടെ, തെളിഞ്ഞു കാണാത്ത മറഞ്ഞു ജീവിക്കുന്ന ജീവിയാണവ. അവയുമായി ബന്ധപ്പെട്ട ചർച്ച അള്ളാഹു പഠിപ്പിച്ചു എന്ന രൂപത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഭാഗമേ നമ്മൾ വിശ്വസിക്കേണ്ടൂ. നമ്മൾ ചിന്തിക്കാൻ, വിശുദ്ധ ഇസ്ലാം എന്തിനു വേണ്ടി എന്ന് ആലോചിക്കാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പടക്കുകളൊക്കെയും വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കർഹാ വഇലൈഹി യുർജഊൻ. ആകാശങ്ങളിലും ഭൂമികളിലും അല്ലാഹു ഒരുക്കിയിരിക്കുന്ന മുഴുവൻ അസ്ലമ, അല്ലാഹുവിനിക്ക് വേണ്ടി മുസ്ലിമായി, അള്ളാഹുവിന് വേണ്ടി മുസ്ലിമായി അവക്ക് നിശ്ചയിക്കപ്പെട്ട കീഴ്വണങ്ങളും അവക്ക് നിശ്ചയിക്കപ്പെട്ട വണക്കവും അവ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നിങ്ങളോ അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളല്ലാത്ത രീതിയിലാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ആ നിയമമല്ലാത്ത നിലക്ക് അള്ളാഹു തആലാന്റെ ഭൂമിയിൽ അള്ളാഹു ഒരുക്കുന്നതും മാനത്ത് അള്ളാഹു ഒരുക്കുന്നതും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജീവിതം തള്ളണമെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത് മുഴുവൻ അള്ളാഹുവിന് മുസ്ലിമായി നിങ്ങളും മുസ്ലിമാകണം. നമ്മൾ മുസ്ലിമാകണമെങ്കിൽ ഇതാരെപ്പറ്റിയാ പറയുന്നറിയോ? അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിന്റെ ദീനല്ലാത്ത ദീനും തേടിക്കൊണ്ട് പടച്ചവനെ കീഴ്വണങ്ങാൻ നോക്കുകയാണോ അവന്മാർ? അവന്മാരെന്ന് അല്ലാഹു തആല പറയുന്നത് ജൂത ക്രിസ്തീയ വിഭാഗത്തെയാണ്. ആ ജൂത ക്രിസ്തീയ വിഭാഗത്തെ അല്ലാഹു തആല അങ്ങനെ ചോദിക്കുന്നതിന് മുൻപ് അല്ലാഹു പറയുന്നത് അവർക്ക് വെച്ച ബാധ്യത വെച്ചിട്ടാണ്. ഒറ്റ ബാധ്യത. എന്താ ബാധ്യത? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി, നമ്മളിലേക്ക് വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യറസൂലായി നബി തങ്ങളെ അയച്ചിട്ടുള്ളത് ഈ ഉമ്മത്തിനാണെങ്കിലും ഈ ഉമ്മത്തിന്റെ മുമ്പ് കഴിഞ്ഞ മുഴുവൻ സമുദായങ്ങൾക്കും അല്ലാഹു തആല നബിയെ കൊണ്ട് വിശ്വസിക്കണം എന്നുള്ള ഒരു നിയമം വച്ചിരുന്നു. നബിയെ കൊണ്ട് വിശ്വസിക്കണം, നബി തങ്ങളെ അംഗീകരിക്കണം, നബി തങ്ങളെ പഠിക്കണം എന്ന ഒരു നിയമം. ഇതില്ലാത്ത സമുദായമില്ലെന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. ഈ ആയത്തിന്റെ തൊട്ടു മുൻപുള്ള ആയത്തിലതാണ് വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. ഇതിലെന്താണ് അല്ലാഹു പറയുന്നത്? സകല പ്രവാചകന്മാരോടും അല്ലാഹു തആല ഉടമ്പടി പിടിച്ചിട്ടുണ്ട്.
ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങളിലേക്ക് അയക്കുമ്പോൾ വേദം നൽകുന്നുണ്ടെങ്കിൽ, സത്യമായ വിവരങ്ങളും വഹ്യുകളും നൽകുന്നുണ്ടെങ്കിൽ, ثم جاءكم رسول مصدق لما معكم, നിങ്ങളുടെ വേദങ്ങളെയും നിങ്ങളുടെ അറിവുകളെയും ശരിവെക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ഏക റസൂലായ മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ കാലത്ത് വന്നാൽ, ലതുമിനുന്ന, നിങ്ങളെല്ലാ പ്രവാചകന്മാരും നിങ്ങളുടെ അനുയായികളോടൊപ്പം ആ നബിനെ കൊണ്ട് വിശ്വസിക്കണം. ലതുമിനുന്ന ബിഹി, ആ നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. വലതൻസുറുന്നഹു, ആ നബിയോടൊപ്പം നിങ്ങൾ അവരുടെ പ്രബോധന ദൗത്യത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും വേണം. ഖാൽ, അല്ല ചോദിച്ചു, അഅഖറർതും വഅഖദ്തും അലാ ദാലികും മിസ്രി, ഇത് നിങ്ങൾ സമ്മതിച്ചുവോ? ഇതിന്റെ മേൽ ഞാനുമായി നിങ്ങൾ കരാർ പിടിച്ചുവോ? ഖാലു അഖറർന, ഞങ്ങൾ ഇത് സമ്മതിച്ചു. ഖാല ഫശ്ഹദൂ വഅന മഅകും മിനശ് ശാഹിദീൻ, എങ്കിൽ നിങ്ങൾ സാക്ഷി, ഞാനും സാക്ഷി. എന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നാൽ നിങ്ങൾ വിശ്വസിക്കണം. ഇത് എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചുവെന്ന് പറഞ്ഞിട്ടല്ല പറയുന്നു, ഫമൻ തവല്ല ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആ നബിമാർ അവരുടെ സമുദായത്തിനിക്ക് മുത്തുനബിയുടെ വിവരം നൽകിയിട്ട്, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വിവരം നൽകിയിട്ട്, ആ നബിയുടെ അറിവ് കിട്ടിയിട്ട് അവർ വിശ്വസിച്ചില്ലെങ്കിൽ അവർ അള്ളാഹുവിന്റെ നിയമം വിട്ട് ധിക്കരിച്ചിട്ടുള്ള ആളുകളാണ്. ഇതിന്റെ സുറകയാണ് അള്ളാഹുവിന്റെ ദീനായി അവർക്ക് നാം നൽകിയത് ഒന്നുള്ളൂ. അവരവരുടെ പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുള്ള ഏതാനും അപൂർണമായ നിയമങ്ങൾ, തൗഹീദിന്റെയും ആഖിറത്തിന്റെയും വിശ്വാസപരമായ പാഠങ്ങൾ, ആ പാഠങ്ങളോടൊപ്പം അവരവരുടെ എല്ലാ സമുദായത്തെയും വിശ്വസിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ, ആ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദീനും മുഹമ്മദ് നബിയെയും വിശ്വസിക്കണമെന്ന ആ ഒരു കരാർ എല്ലാ നബിമാരോടും കൽപ്പിച്ചതും നിർദ്ദേശിച്ചതും പിടിച്ചതും അവരുടെ സമുദായത്തിന് അവർ നൽകുകയും ആ സമുദായത്തിന്റെ പിൻതലമുറയായി തലമുറകൾ 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 മുഹമ്മദ് മുസ്തഫയെ പഠിച്ചറിഞ്ഞുവെന്ന് സ്വന്തം മക്കളെ പുത്രന്മാരെ അറിയുന്നത് പോലെ മുത്തനബിയെ അറിയുന്ന ആ രൂപത്തിൽ സഹസ്രാബ്ദങ്ങളായി ഈ ജൂത ക്രിസ്തീയ വിഭാഗം വന്നിട്ട് മുഹമ്മദ് നബിയുടെ ദീനല്ലാത്ത ദീനനെയാണോ ഇവർ തേടുന്നത് എന്ന്. എന്താണ് ഈ പറഞ്ഞതിനർത്ഥം? മുഹമ്മദ് മുസ്തഫയെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് മുഹമ്മദ് മുസ്തഫയാണ് അള്ളാഹുവിന്റെ ദീന് സമ്പൂർണമായി കൊണ്ടുവരിക എന്ന ഒരു കാര്യം വിശ്വസിക്കാൻ ഏൽപ്പിച്ച സമുദായം മുഹമ്മദ് നബിയുടെ വരവിന് ശേഷം മുത്തുനബിയുടെ ദീനല്ലാത്ത ദീനിനെ തേടുന്നുവോ എന്നാണ് അല്ലാഹു തആല ഇതിൽ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കൽ എല്ലാ സമുദായത്തിനും നിർബന്ധമായിരുന്നുവെന്നും അത് വിശ്വസിക്കാത്തത് റസൂലുള്ള വന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് അത് വിശ്വസിക്കാത്തത് വളരെ കുറ്റമാണെന്നും അതവർ ചെയ്യുന്നതുകൊണ്ട് അവർ ദീനിൽ നിന്ന് പുറപ്പെട്ടവരാണെന്നും പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ ഉമ്മത്തായ മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ എന്തു സ്വീകരിക്കണം? അഷ്റഫുൽ ഖൽഖായ നബിന്റെ ഉമ്മത്താ നാം. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള മുഴുവൻ സമുദായത്തെയും റസൂലുള്ള വന്നാൽ എന്നാണ് അതത് സമുദായത്തെ അവരുടെ പ്രവാചകന്മാർ ധരിപ്പിച്ചത്. നമ്മളെ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമുദായമാക്കി അല്ലാഹു തആല ഒരുക്കിയിട്ട് നബിയെ കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളൊക്കെയും നമ്മൾ നേട്ടി അള്ളാഹുവിന്റെ റസൂലിലൂടെ ദീന് സമ്പൂർണമാക്കിയപ്പോൾ ആ സമ്പൂർണമായ ദീനിന്റെ ആളുകളായാണ് അള്ളാഹു നമ്മെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള നാം നമുക്കെത്ര വലിയ ബാധ്യതയുണ്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ ചേതനവും സചേതനവുമായ വസ്തുക്കളത്രയും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളത്രയും പരന്ന ഭൂമിയും ആകാശഗോളങ്ങളും അത്രയും സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളൊക്കെയും അള്ളാഹുവിന് കീഴ്പ്പെട്ട് വണങ്ങി ജീവിക്കുമ്പോൾ അവയെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. നമുക്കാണെങ്കിൽ അറിഞ്ഞ് ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും വണങ്ങാനും കീഴ്വണങ്ങാനും പറ്റും. അങ്ങനെയുള്ള സിദ്ധികൾ അല്ലാഹു നൽകിയ ഈ ഉമ്മത്ത് മുഹമ്മദ് അഷ്റഫുൽ ഖൽഖ് മുഖേന സമ്പൂർണമായ ഒരു ദീനാക്കി അല്ലാഹു തആല നൽകിയപ്പോ ഈ ദീൻ എന്ന ഇസ്ലാം സ്വീകരിക്കാൻ നമുക്കുള്ള ബാധ്യത ചെറുതല്ല. നമുക്ക് ആ ബാധ്യതയും വരും വലിയ അനുഗ്രഹത്തിൻ്റെ ഒപ്പം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടാണെന്ന് നമ്മൾ വലിയൊരു അനുഗ്രഹം, അതോടൊപ്പം വലിയ ബാധ്യതയും വരും. എപ്പോൾ നല്ല അനുഗ്രഹം അല്ലാഹു ചെയ്തോ ആ അനുഗ്രഹത്തിൻ്റെ കൂടെ വലിയ ബാധ്യതയും വരും.
ഇതെപ്പോഴും നമ്മൾ ഓർക്കണം. ഓരോരോ ആൾക്കാർക്ക് എന്തോ ഒരു അനുഗ്രഹം, അയാൾക്ക് എന്തോ ഒരു അയാൾ എന്താ എന്നൊക്കെ പറയും നമ്മൾ കൗതുകത്തിൽ. ധനം കൊടുത്തവൻ ആ ധനത്തിൻ്റെ പേരിൽ ബാധ്യത വരും, അറിവ് കൊടുത്തവൻ ആ അറിവിൻ്റെ പേരിൽ ബാധ്യത വരും, ആരോഗ്യം കൊടുത്തവൻ ആരോഗ്യത്തിൻ്റെ പേരിൽ ബാധ്യത വരും. എന്തുകൊണ്ടാണോ അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞതെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ ബാധ്യതയില്ലാതെ ഒരനുഗ്രഹവും അല്ലാഹു ആർക്കും നൽകില്ല. നമ്മുടെ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സമുദായത്തിന് ദീനിന്റെ പേരിൽ മറ്റൊരു സമുദായത്തിനും നൽകാത്ത വലിയ മഹത്തായ ഒരു അനുഗ്രഹം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് മാത്രം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ ദീൻ ഇസ്ലാമിനെ. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ മേൽ മാത്രം ഈ ദീന് കൊണ്ടും അല്ലാതെയും നാം നിങ്ങൾക്ക് ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ നാം കുറ്റമറ്റതാക്കി സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കും, ഒരു സമുദായം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു അൽ ഇസ്ലാം, ഇസ്ലാമിനെ ദീന, കീഴ്വണങ്ങി ജീവിക്കാൻ വേണ്ട നിയമമാക്കിയിട്ട് നിങ്ങൾക്ക് മാത്രം നാം നൽകിയിരിക്കുന്നുവെന്ന് അല്ലാഹു തആല നമ്മെ ഉണർത്തുമ്പോൾ വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. എന്താ ബാധ്യത? എല്ലാ നബിമാരെ കൊണ്ടും മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിക്കാനും അംഗീകരിക്കാനും വ്യവസ്ഥ ചെയ്തതുപോലെ കഴിഞ്ഞ കാലത്തെ എല്ലാ നബിമാരെയും പഠിക്കാനും അറിയാനും അവർ പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നാൽ, പഠിപ്പിച്ചാൽ അദാസകലം സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ചു ജീവിക്കാനും നമ്മെ അല്ലാഹു തആല ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇത് മുൻപ് ആർക്കും നൽകാത്തതാ. എന്താ നമ്മുടെ ദീനിന്റെ ഉത്തരവാദിത്വം? നബിയെ കൊണ്ട് അല്ലാഹു പ്രസ്താവന ചെയ്യിക്കുന്നു, ഖുൽ ആമന്നാ ബില്ലാഹ് വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വല്ലസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വേദങ്ങൾ കൊണ്ടും വിശ്വസിക്കണം. വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ്, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി തുടങ്ങിയ നബിമാർക്കൊക്കെ ഇറക്കപ്പെട്ട വല്ലസ്ബാത്ത്, അവരുടെ മക്കൾ പരമ്പരയിൽ വന്ന പ്രവാചകന്മാർക്ക് മുഴുവൻ ഇറക്കപ്പെട്ട വിവരങ്ങളൊക്കെയും വിശ്വസിക്കുന്നു. വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂൻ, മൂസ, ഈസ എന്നീ ബനൂ ഇസ്രായേലിലെ ഏറ്റവും പ്രസിദ്ധരായ ഇന്നും വാഴ്ത്തപ്പെടുന്ന ജൂത ക്രിസ്തീയ വിഭാഗം വാഴ്ത്തുന്നതായ ഈ രണ്ട് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദം തൗറാത്ത് ഇഞ്ചീലും, വന്നബിയ്യൂൻ മറ്റെല്ലാ നബിമാർക്കും നൽകപ്പെട്ടതും മിർ റബ്ബിഹിം അവരുടെ രാജാവായ യജമാനനായ അല്ലാഹുവിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെയും ഞങ്ങൾ വിശ്വസിച്ചു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും അവർക്കിടയിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ വ്യത്യാസം വരുത്തൂല. വനഹ്നു ലഹു മുസ്ലിമൂൻ അള്ളാഹുവിനിക്ക് ഈ കിട്ടിയ നിയമങ്ങൾ എത്രയും പിടിച്ച് ഞങ്ങൾ കീഴ്പ്പെട്ട് വണങ്ങി ജീവിക്കും എന്ന് പറയാൻ അവിടുത്തെ സമുദായത്തോട് പറയണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പ്രസ്താവന ചെയ്യിക്കുകയാണ്. അതാണ് നമ്മുടെ ദീൻ ഇസ്ലാം എന്നിടത്തേക്കാണ് ഞാനിപ്പോൾ എത്തുന്നത്. ഈ ആയത്തുകളിലൊക്കെയും അല്ലാഹു തആല പേര് വെച്ചുകൊണ്ട് പ്രത്യേകം പ്രത്യേകം സൂറത്ത് വിശുദ്ധ ഖുർആനിൽ വെച്ചത് നമ്മൾ ഈ ഉമ്മത്ത് മുസ്ലിം ആലോചിക്കാനാണ്. ഈ ആലോചിക്കേണ്ട ഭാഗങ്ങൾ സാധാരണ ഏതു ശരാശരി മനുഷ്യനും ബുദ്ധി വേണ്ട, വലിയ വിവരം വേണ്ട, സാമർഥ്യം വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ഒന്നുമില്ലാത്ത സാധാരണ നിരക്ഷരർക്ക് പോലും മനസ്സിലാകുന്ന വിധം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻപിലിരിക്കുന്ന മഹാപ്രപഞ്ചത്തെ പഠിക്കുക. ഈ മഹാപ്രപഞ്ചത്തിന്റെ മൊത്തമായി അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു കൊച്ചു പ്രപഞ്ചമാണ് നാം. ഈ മഹാപ്രപഞ്ചത്തിന്റെ അകത്തുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന നീ ഒരു ചെറിയ പടപ്പാണ്, ഒരു ചെറിയ ബിന്ദുവാണ് അള്ളാഹുവിന്റെ പടപ്പുകളിൽ എന്ന് നീ വിചാരിക്കേണ്ട. നീ ഒറ്റക്കൊരു വലിയ പ്രപഞ്ചമാണ്. മഹാപ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിച്ച് സ്വാംശീകരിച്ചിരിക്കുന്ന, സമ്മേളിപ്പിച്ചിരിക്കുന്ന ഒരു കൊച്ചു പ്രപഞ്ചമാണ് ഓരോ മനുഷ്യനും. ആ കൊച്ചു പ്രപഞ്ചത്തെ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല ഓരോ പ്രപഞ്ചമായി നിശ്ചയിച്ചിട്ടുള്ള, ആലമാക്കി നിശ്ചയിച്ചിട്ടുള്ള നാം ബുദ്ധി ഉപയോഗിച്ച്, ചിന്ത ഉപയോഗിച്ച് അള്ളാഹു നൽകുന്ന പാഠങ്ങൾ വെച്ച് സമ്പൂർണമാക്കി തന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ സമ്പൂർണമായി തന്നെ ആചരിക്കാനും വിശ്വസിക്കാനും കൈക്കൊള്ളാനും ബാധ്യസ്ഥരാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം,
കീഴ്വണങ്ങാനും ഒതുങ്ങാനും പറ്റുന്നത്. അതാ ദീൻ എന്ന അർത്ഥം. ഇസ്ലാമിനെ പലരും പല അർത്ഥങ്ങളിലേക്കും കൊണ്ടുപോകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിൽ മാത്രം പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ ഒതുക്കാൻ പാടില്ല. അതൊക്കെ ഒരു വിഷയത്തിൽ പ്രധാനമായും വെക്കപ്പെട്ട ഒരു വാക്കിന് ആ വിഷയത്തിൽ നിന്ന് അർത്ഥതലങ്ങൾ മറ്റു ചില അശ്രദ്ധമാകുന്ന അർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതര മുസ്ലിങ്ങൾ ഇവന്റെ നാക്കിൽ നിന്നും കയ്യൂക്കിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കണം. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവനാണ് മുസ്ലിം. ഇത് മുസ്ലിം എന്ന വാക്കിന്റെ ഒരു വലിയ അർത്ഥതലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂൽ അല്ലാഹു നിശ്ചയിച്ച ഈ വാക്കിനെ കൊണ്ടുപോവുക. പക്ഷെ നമ്മെ സംബന്ധിച്ച് മുസ്ലിമൂൻ എന്ന് പേര് വെക്കപ്പെട്ടതും ഇസ്ലാം എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നതും ഈ ദീനിനാണ്. ദീൻ എന്നതിനർത്ഥം സമാധാനമെന്നല്ല, രക്ഷയെന്നല്ല, രക്ഷപ്പെട്ടവർ എന്നുമല്ല. എന്താണ് അതിന്റെ അർത്ഥം? ദീൻ. ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ ദാന, കീഴ്പ്പെട്ടു, വിധേയപ്പെട്ടു, വഴിപ്പെട്ടു. കീഴ്പ്പെടാൻ വേണ്ട നിയമം, വഴിപ്പെടാൻ വേണ്ട നിയമം, കീഴ്പ്പെട്ടു ഒതുങ്ങാൻ വേണ്ട നിയമം. ഇതിന്റെ വാക്കാണ് ഇസ്ലാം, ഇസ്തിസ്ലാം. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിന് മുസ്ലിമായപ്പോൾ, അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ടപ്പോൾ, അള്ളാഹ് അറക്കണമെന്ന് കൽപ്പിച്ചത് നടത്താൻ പിതാവും അത് നടത്തിക്കോളൂ എന്ന് മകനും തയ്യാറായി ഒതുങ്ങി കീഴ്പ്പെട്ടപ്പോൾ ഈ ഇസ്ലാം എന്ന വാക്ക് അള്ളാഹു തആല ദീനിന് വെച്ച പേരാണ്. അള്ളാഹുവിങ്കലുള്ള സ്വീകാര്യ ദീൻ ഇസ്ലാം മാത്രം. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ദീനല്ലാത്ത ഇസ്ലാമല്ലാത്ത മറ്റൊന്നും ദീനായി അന്വേഷിച്ചുകൂടാ. നാം ഇതര മതങ്ങളെയും ഇസ്ലാമിനെയും സമന്വയിപ്പിച്ചോ താരതമ്യം ചെയ്തോ വിലയിരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അത് ഈ പ്രസംഗത്തിൽ ഉദ്ദേശവുമല്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം മാത്രം, അള്ളാഹുവിന്റെ ദീൻ കീഴ്വണങ്ങാൻ ഇസ്ലാം മാത്രം എന്ന ആ ഭാഗം, നമ്മുടെ ഇസ്ലാമിനെ, നമ്മുടെ ദീനിനെ നമ്മൾ പരിചയപ്പെട്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുമ്പോഴേ അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ നാം തയ്യാറാവുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഖേന സമ്പൂർണമാക്കിയപ്പോൾ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ടതും ഇറക്കപ്പെട്ടതുമായിട്ടുള്ളതിൽ നിന്ന് നിലനിൽക്കേണ്ട സമ്പൂർണ്ണ ദീനിൽ ഏതു ഭാഗം വേണമോ അത് നബിയിലൂടെ അല്ലാഹു തആല ഈ ദീനിൽ അവതരിപ്പിക്കുകയും ദീനിനെ സമ്പൂർണ്ണമാക്കുകയും ചെയ്തപ്പോൾ സർവജനീനവും സർവജനീയവും സർവസ്പർശിയുമായിട്ടുള്ള അല്ലാഹു തആലാന്റെ ഈ ഇസ്ലാം, എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഇസ്ലാം, നമ്മൾ അതിനെ ഒരു 3 പാർട്ടാക്കി മനസ്സിലാക്കാം. അതാണ് ഇപ്പോൾ നമ്മൾ വെച്ച വിഷയം. വിശ്വാസം, ആചാരം, സംസ്കാരം. ഇത് 3 വിലയിരുത്തിയാൽ ഒരു മതമെന്ന നിലയിൽ ഇസ്ലാമിന്റെ സമ്പൂർണതയും ഇസ്ലാമിന്റെ സവിശേഷതയും നമുക്ക് ബോധ്യപ്പെടും. എന്താണ് ഇസ്ലാം? എന്താണ് ഇസ്ലാമിന്റെ വിശ്വാസം? അതാണ് സത്യവിശ്വാസം, അതാണ് സത്യ ആദർശം. ഇസ്ലാമല്ലാതെ കീഴ്വണങ്ങാനോ കീഴ്പ്പെടാനോ മറ്റൊരു നിയമമില്ല. അല്ലാഹു തആലാന്റെ ദീനായ ഇസ്ലാമല്ലാത്ത മറ്റൊന്നിനെ കീഴ്വണങ്ങാനുള്ള നിയമമാക്കിയോ ആശയമാക്കിയോ ആദർശമായോ ആരെങ്കിലും സ്വീകരിച്ചാൽ പരലോകത്തവൻ നഷ്ടകാരിയാണ്, അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. ഇത് വേദത്തിന്റെ അന്തിമ പ്രഖ്യാപനമാണ്. എല്ലാവർക്കും എല്ലാവരുടെ മതം, എല്ലാവർക്കും ഇഷ്ടം പോലെ ജീവിക്കാം, എല്ലാവരും പരലോകത്ത് രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തത്സമയം തന്നെ പുറത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സമ്പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം, അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം, സമ്പൂർണമായിട്ടുള്ള ആ ഇസ്ലാം സ്ഥിരപ്പെട്ട ശേഷം അല്ലാഹു തആലാന്റെ ഈ ദീനല്ലാത്ത മറ്റൊരു ദീൻ പരലോക രക്ഷയ്ക്ക് ഉപയുക്തമല്ല എന്ന് വിശ്വസിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പരമപ്രധാനമായി അതാകട്ടെ നമ്മുടെ അടിസ്ഥാന വിശ്വാസം. അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീനല്ലാത്ത മറ്റൊരു ദീൻ അതെന്തു പേരിലാവട്ടെ നമുക്ക് സ്വീകരിക്കാൻ പരലോക രക്ഷയ്ക്ക് കഴിയില്ല. ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ, ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്നില്ലല്ലോ, ഇവിടെ ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നിയമങ്ങൾ അതിലുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. ഇവിടെ ജീവിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. മറുലോകം അല്ലാഹു വെച്ചിട്ടുണ്ട്, മറ്റൊരു ലോകം. ആ ലോകത്ത് നഷ്ടപ്പെട്ടു പോകും ഇസ്ലാം അല്ലാത്തത് സ്വീകരിച്ചാൽ. ഇസ്ലാമിനെന്താണ് ഈ സവിശേഷത? ഇസ്ലാമിനെന്താണ് ഒരു മതമെന്ന നിലയ്ക്ക് ഈ പ്രത്യേകത? ഈ സമ്പൂർണത എന്താണ് ഇസ്ലാമിന്? ഇത് നമ്മൾ മനസ്സിലാക്കാം.
ഏതൊരു മതത്തിനും 4 തരത്തിലുള്ള ചേരുവകൾ, 4 വ്യവസ്ഥകളുടെ ചേരുവകളാണ് മതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വിലയിരുത്തിയാൽ മനസ്സിലാകുക. മൂല്യവ്യവസ്ഥ, വിചാരവ്യവസ്ഥ, ആചാരവ്യവസ്ഥ, അനുഷ്ഠാന വ്യവസ്ഥ. ഈ 4 വ്യവസ്ഥകളാണ് ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം ആ മതത്തെ വിലയിരുത്തുന്നതിനുള്ള മാപ്പിനി, അതിനുള്ള അളവുകോൽ. അതിൻ്റെ മൂല്യവ്യവസ്ഥ എന്ത്, വിചാരവ്യവസ്ഥ എന്ത്, ആചാര അതായത് നിയമവ്യവസ്ഥ എന്ത്, അനുഷ്ഠാന വ്യവസ്ഥ എന്ത്. ഈ 4 വ്യവസ്ഥകൾ വെച്ചാണ് ഒരു മതത്തിനെ മനസ്സിലാക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഇതിനായ മതം, ഈ മതവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മൂല്യവത്തായ ആ സംഗതികൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ഇസ്ലാമിനനുസരിച്ചുകൊണ്ട് ജീവിക്കാനും കീഴ്പ്പെടുവാനും വണങ്ങുവാനും പറ്റും. ഇതില്ലെങ്കിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടും. മതത്തിന്റെ ഈ വ്യവസ്ഥകളിൽ, ഈ 4 വ്യവസ്ഥകളിൽ അന്തസ്സാരം മൂലവ്യവസ്ഥ തന്നെ. വിചാര ആചാര വ്യവസ്ഥകളെ മതം എന്നതിന്റെ ശരീരമാക്കി വേണമെങ്കിൽ പിടിക്കാം. ആ ശരീരത്തിന്റെ ഒരു ബാഹ്യരൂപമാക്കി നമുക്ക് അനുഷ്ഠാന വ്യവസ്ഥയെയും മനസ്സിലാക്കാം. ഈ 4 വ്യവസ്ഥകൾ വെച്ചാൽ ഇസ്ലാമിന്റെ മൂല്യവ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, ഇസ്ലാമിന്റെ ആചാര വ്യവസ്ഥകളും അനുഷ്ഠാന വ്യവസ്ഥകളും മനസ്സിലാക്കിയാൽ ഇസ്ലാം മാത്രമേ സത്യസന്ധമായി അള്ളാഹുവിന് വഴിപ്പെട്ട് പരലോകം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ലഭ്യമാകാൻ, സ്വർഗത്തിൽ കടക്കാൻ ഉപയുക്തമായതുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാനതിൻ്റെ ഒരു ചെറിയ മട്ടം പറയട്ടെ. മൂല്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയാം. ഹിന്ദു മതത്തിന്റെ കേന്ദ്ര മൂല്യം അഹിംസ എന്നാണ്. അഹിംസ. ഹിന്ദുമതം മൊത്തം നമ്മൾ പഠിക്കുമല്ലോ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് പഠിക്കല്ല, ഈ വിഷയത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ വിലയിരുത്തുന്ന സംസാരം ഇവിടെ ഉദ്ദേശിക്കുന്നേയില്ല. ഹിന്ദു മതത്തിന്റെ പ്രത്യേകതയായി എപ്പോഴും അതിൻ്റെ ആളുകൾ പറയാ അഹിംസ തന്നെ. കൊല്ലരുത്, ഒന്നിനും കൊല്ലരുത്. അത് ചിലപ്പോൾ നമ്മളെ ഭാഷയിലും ഇങ്ങനെ വരും. ഓരോരോ മതത്തിൻ്റെ ചില പ്രത്യേക സവിശേഷ മൂല്യങ്ങൾ എടുത്തു പൊക്കിയിട്ട് നമ്മൾ അതിനെ ഇസ്ലാമിൻ്റെ പേരിൽ സമർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല. പണ്ഡിതന്മാർക്കും ഭാവി കാലത്ത് പ്രബോധകരായി വരുന്ന വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്നതിന്, അവർ പഠിക്കുന്നതിന് ഉപയോഗപ്പെടാൻ ചില അടിസ്ഥാന ഭാഗങ്ങൾ മാത്രം സംസാരിക്കുകയാണ്. ഇസ്ലാമിന് ആ വ്യവസ്ഥയിൽ, ആ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ഇസ്ലാമിൻ്റെ മൂല്യമെന്ത്, അതിൻ്റെ കേന്ദ്ര മൂല്യമെന്ത് എന്ന് ചോദിച്ചാൽ എന്തു പറയും? ബുദ്ധമതം. ഹിന്ദുമതം ഇവിടെ വ്യാപകമാകുന്നതിന് മുമ്പ് രാജ്യത്തെ വലിയ മതം ബുദ്ധമതമാണ്. ഇപ്പോഴും മതങ്ങളുടെ കൂട്ടത്തിൽ വാഴ്ത്തപ്പെടുന്ന മതമാണ് ബുദ്ധമതം. ആ ബുദ്ധമതത്തിൽ, മതം എന്നതിന് പറയില്ലെന്ന് വേറൊരു നിലയാണ്, പ്രചാരത്തിൽ മതമാണ്. ഈ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമൂല്യം കരുണയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ക്രിസ്തുമതത്തിനാണ്. ഈ ക്രിസ്തുമതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമൂല്യം സ്നേഹമാണ്. കരുണ, അഹിംസ, സ്നേഹം എന്നിവ കേന്ദ്രമൂല്യമായിട്ടുള്ള ഈ മതങ്ങൾക്കിടയിൽ വിശുദ്ധ ഇസ്ലാം ഇന്ത്യയിലും ലോകത്തൊട്ടാകെയും ക്രിസ്തുമതത്തിന് ശേഷം തൊട്ടുപിറകിൽ അംഗസംഖ്യ കൊണ്ട്, വർദ്ധിച്ച അംഗസംഖ്യ കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള അനുയായികൾ അത്രയുമുള്ള 25% ലോക ജനസംഖ്യയിൽ 25% 2 കൊല്ലം മുമ്പുള്ള കണക്ക് പ്രകാരം അംഗസംഖ്യയുള്ള ഈ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര മൂല്യമെന്ത്? ഇത് നമ്മൾ ആലോചിക്കണം. ഈ മൂല്യത്തിൽ അധിഷ്ഠിതമായിരിക്കും ഇസ്ലാമിന്റെ വിശ്വാസവും ഇസ്ലാമിന്റെ ആചാരവും ഇസ്ലാമിന്റെ അനുഷ്ഠാനവും ഒക്കെ. അതിപ്രധാനമായും ഇതിന്റെ കേന്ദ്രമൂല്യം നീതി, നന്മ, മാനവികത. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കേന്ദ്രമൂല്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ മൂല്യവ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നീതി, നന്മ, മാനവികത എന്ന് ഉയർത്തിപ്പിടിക്കുന്ന മതമാണ് അള്ളാഹുവിന്റെ ദീൻ. ഇത് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. നമുക്കറിയാമല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ പള്ളി മിമ്പറുകളിൽ നിന്ന് ഖതീബ് 2 ഖുതുബയും നിർവഹിച്ച ശേഷം മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ പോലും നടത്തിയിട്ട് നമ്മളൊക്കെ ആമീൻ എന്ന് പറഞ്ഞ് നമ്മുടെ കൈകൾ മുഖത്ത് തുടച്ച് തടഞ്ഞ് എല്ലാം കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്ന നേരത്ത് ഖതീബ് മിമ്പറിൽ നിന്ന് ഓതുന്ന ആയത്താണിത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. ദുആ കഴിഞ്ഞ് ഇനി തൊട്ടുള്ള നിസ്കാരത്തിന്റെ ഇടക്ക്
പെട്ടെന്ന് സമയം ദീർഘിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഈ ആയത്തിനെ തെല്ലുവേഗം ഓതിയിട്ടാണ് ഖത്തീബുമാർ അവസാനിപ്പിക്കുക. 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്ന, നന്ന ചുരുങ്ങി നിസ്കരിക്കാൻ പറ്റുന്ന സമയം. അവസാനത്തെ നമ്മുടെ ദുആയുടെ ഭാഗം ആമീന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്ന ഭാഗവും അല്ലാഹു അക്ബർ എന്ന് ഇമാം ജുമുഅയുടെ നിസ്കാരത്തിന് തക്ബീർ ചൊല്ലുന്ന ഭാഗത്തിനുമിടയിൽ 2 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയ നിലക്ക് നിസ്കരിക്കാനുള്ള സമയമുണ്ടായാൽ നമ്മളെ ജുമുഅ നഷ്ടപ്പെടും ശാഫിഈ മദ്ഹബ് പ്രകാരം. ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗം ഓതി തീർത്ത് ഖത്തീബുമാർ പോകുന്നത് കൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും സകല വെള്ളിയാഴ്ചകളിലും നമ്മുടെ പള്ളി മെമ്പറുകളിൽ നിന്ന് കേൾക്കുന്ന ഈ ആയത്ത് നമുക്ക് അവിസ്മരണീയമാണ്, നമ്മൾ മറക്കുവാൻ പാടില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ മക്കയിൽ വെച്ച് വളരെ ക്ലിഷ്ട ജീവിതവും പ്രയാസവും അനുഭവിച്ച അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന, നബിതങ്ങൾക്ക് മനസ്സുകൊണ്ട് ഏറ്റവും അധികം ബന്ധമുണ്ടായിരുന്ന അവിടുത്തെ പ്രിയപുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മദീനത്ത് വന്ന ശേഷം, അത്യാവശ്യം വലുപ്പത്തിൽ വളർന്ന ശേഷം റസൂലുള്ളാഹിന്റെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചപ്പോ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ ഹബീബ് മറമാടിയത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബിവര്യന്റെ ഖബറിന്റെ അരികിലാണ്. ആ ഖബറിന്റെ അരികിലേക്ക് സ്വന്തം മകനെ വെച്ചുകൊണ്ട് അവിടെ അടക്കം ചെയ്യുമ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, നമ്മുടെ നല്ല മുൻഗാമി സലഫുസ് സ്വാലിഹ്, നമ്മുടെ ഏറ്റവും മുന്തിയ ഈ മുൻഗാമിയുടെ അടുത്ത് കിടക്കട്ടെ നമ്മുടെ മോൻ. അദ്ദേഹത്തിന്റെ ബറക്കത്ത് തന്റെ ഹബീബായ ഇഷ്ടപ്പെട്ട അവിടത്തെ കണ്ണിൽ നിന്ന് ജലഗണങ്ങൾ ഒഴുകിയിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് നബി ഈ പുത്രൻ മരിച്ചപ്പോൾ. ആ പുത്രനെ കൊണ്ടുപോയി മറമാടാൻ അള്ളാഹുവിന്റെ ഹബീബ് തിരഞ്ഞെടുത്തിട്ടുള്ള ബറക്കത്തുള്ള മഹാൻ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അത്ര ബോധ്യപ്പെട്ടുകൊണ്ട് മുസ്ലിമായതൊന്നുമല്ല, നാണക്കേട് കൊണ്ട് മുസ്ലിമായതാണ്. നാടൻ ഭാഷ പറഞ്ഞാൽ നാണക്കേട്, നാണം കൊണ്ട് മുസ്ലിമായതാണ്, പ്രയാസം കൊണ്ട് മുസ്ലിമായതാണ്. ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ വിശ്വാസികളാവുകയും അതുപോലെ സത്യത്തിൽ മാത്രം ഞങ്ങൾ പരിചയപ്പെട്ട മുഹമ്മദ് വന്നൊരു കാര്യം പറയുകയും ചെയ്തിട്ട് നമ്മളത് സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു നാണക്കേടാണല്ലോ എന്ന് ആലോചിച്ച് ലജ്ജ കൊണ്ടാണ് ഞാൻ മുസ്ലിമായത്. അങ്ങനെ മുസ്ലിമായ ശേഷം ഞാൻ നബിയുടെ കൂടെ കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്വാസം മനസ്സിൻ്റെ അകത്ത് ശരിക്കും ഉറക്കാതെ നബിയുടെ സദസ്സിലിരിക്കുന്ന സമയത്ത് ഞാനൊരിക്കൽ നബിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ തങ്ങളുടെ കണ്ണ് അള്ളാഹുവിന്റെ ഹബീബ് മാനത്തേക്ക് ഉയർത്തുന്നു. തങ്ങളറിയാതെ തന്നെ തങ്ങളുടെ കണ്ണ് മാനത്തേക്ക് പോകുന്നു. മാനത്തേക്ക് പോയ ആ കണ്ണ് അങ്ങനെ തന്നെ ഇറങ്ങിയിട്ട് വലഭാഗത്തേക്ക് തെറ്റുന്നു. മാനത്തേക്കും വലഭാഗത്തേക്കും തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണ് സാഗൂതം ഒരാളുമായി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പരിസരത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനപ്പോൾ അറിയില്ല. ഞാനിരിക്കുന്നതിനിടയിൽ സംഭവിച്ചതാണിത്. ഞാൻ ആദ്യം കാണുകയാണ് ഈ രംഗം. വഹിയിറങ്ങുന്ന അവസ്ഥയാണിത്. മലക്കുകളുമായി ബന്ധപ്പെട്ട് നബിതങ്ങൾ സംവദിക്കുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂലിന് പിടികൂടുന്ന അവസ്ഥയാണിത്. ആ പിടികൂടുന്ന ആ അവസ്ഥ, അതായത് മാനുഷികത്വത്തിൽ നിന്നും മാലാഖയുടെ ആ വിധാനത്തിലേക്കും മലക്കിൽ നിന്ന് വാക്കുകൾ സ്വീകരിക്കുകയും മലക്ക് കൊണ്ടുവരുന്ന വഹ്യ് സ്വീകരിക്കുകയും മലക്കിനെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുകയും ചെയ്യുന്ന ആ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിൽ ആ പരിവർത്തനവും വ്യത്യാസവും വന്ന് അത് മാറിയിട്ട് നമ്മുടെ സംസാരത്തിന്റെ ശൈലിയിലേക്ക് നബിതങ്ങൾ മാറിയപ്പോൾ ഞാൻ ചോദിച്ചു, നബിയേ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? ഇതെന്തേ സംഭവിച്ചത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലതാ ഇതാ ജിബ്രീൽ, ജിബ്രീൽ കടന്നു വന്നു. ജിബ്രീൽ കണ്ടുവന്നിട്ട് എനിക്ക് വഹയിറക്കുകയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ഇതാണ് ജിബ്രീൽ വഹയായി തന്നത്. ഇതങ്ങ് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ അങ്ങ് ഉറച്ചുപോയി. മുഹമ്മദ് മുസ്തഫാക്ക് ഇറങ്ങിയിട്ടുള്ള വഹി ഇതാണെന്നും വഹി വരുന്നതിന്റെ രീതി ഇതാണെന്നും മനസ്സിലാക്കിയപ്പോ എനിക്ക് സത്യബോധം നല്ല പോലുണ്ടായി. എന്റെ മനസ്സിന്റെ അകത്ത് ഇസ്ലാം അങ്ങ് വേര് പിടിച്ചു. ഞാൻ നബിയുടെ മൂത്താപ്പ അബൂ ത്വാലിബ് സംരക്ഷകർ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ അടുത്ത് ചെന്നു. അബൂ ത്വാലിബിനോട് വിവരം പറഞ്ഞു, കേൾക്കണോ നിങ്ങൾക്ക്?
കേൾക്കണോ നിങ്ങൾക്ക്? നിങ്ങളുടെ പൊന്നു മകനുമായി അടുത്ത് നിൽക്കുമ്പോണ്ടായ സംഭവം ഇങ്ങനെയാണ്. എനിക്കിപ്പോ ഇസ്ലാം ഉറച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അതുപോലെ ഉറക്കണം എന്ന അർത്ഥത്തിൽ ഞാൻ മൂത്താപ്പയോട് സംസാരിച്ചപ്പോ മൂത്താപ്പ അബൂ ത്വാലിബ് പറഞ്ഞു, നിന്നോട് മാത്രമല്ല, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശ് സമൂഹമേ, നിങ്ങളോട് മൊത്തമായി എനിക്ക് ഉപദേശിക്കാനുള്ളത്, ഇത്തബിഉ ബനാഖി തർശുദൂ, നിങ്ങൾ എന്റെ സഹോദരപുത്രൻ മുഹമ്മദിനെ പിന്തുടർന്നോളൂ. എങ്ങനെ പിന്തുടർന്നാലും നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. വലഇൻ കാന സ്വാദിഖൻ ഔ കാദിബാ, അയാൾ സത്യം പറയുന്ന ആളോ നബിയാണെന്ന വാദം കള്ളം പറയുന്ന ആളോ ആവട്ടെ, നന്മയിലേക്കല്ലാതെ നിങ്ങൾ മുഹമ്മദ് കൊണ്ടുപോകുന്നില്ല, നല്ലതല്ലാതെ മുഹമ്മദ് ഒന്നും പഠിപ്പിക്കുന്നില്ല, മൂല്യവത്തായ പാഠങ്ങളല്ലാതെ മുഹമ്മദ് നിങ്ങൾക്ക് നൽകുന്നില്ല, ഉത്തമമായ സംസ്കാരമല്ലാതെ മുഹമ്മദ് നിങ്ങളെ ശീലിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള മുഹമ്മദിന്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് എങ്ങനെയും മനുഷ്യനാകാം, എങ്ങനെയും മാനവികതയിലെത്താം. പരിപൂർണമായ മാനവികത നേടിയ നല്ല മനുഷ്യരായി ഏറ്റവും മുന്തിയ പടപ്പായ മനുഷ്യൻ എന്നതാണല്ലോ ഏറ്റവും മുന്തിയ സൃഷ്ടിയെങ്കിൽ ആ ഏറ്റവും മുന്തിയ സൃഷ്ടിയായി നിങ്ങൾക്ക് പരലോകം പ്രാപിക്കാൻ പറ്റുമെന്ന് അബൂ ത്വാലിബ് പറഞ്ഞു തന്നു. അബൂ ത്വാലിബ് പറഞ്ഞു തന്ന ഉപദേശം ഇദ്ദേഹം ഉദ്ധരിച്ചു പറയുകയാണ്. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സമ്പൂർണമായ ആയത്താണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഹാദിഹി അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആൻ ലിഖൈരിൻ യുംതഹൽ വലിശർരിൻ യുജ്തനബ്. നന്മകൾ എന്തുണ്ടോ, വിധേയപ്പെടേണ്ട സ്വീകരിക്കേണ്ട നന്മകൾ എന്തുണ്ടോ, വിശ്വാസപരമാകട്ടെ, അനുഷ്ഠാനപരമാകട്ടെ, സാംസ്കാരികമാകട്ടെ, സ്വീകരിക്കുകയും പിന്തുണക്കുകയും വഴിപ്പെടുകയും ചെയ്യേണ്ട നിയമങ്ങൾ ഹൈറായതെന്തുണ്ടോ ആ ഹൈറുകളെ മുഴുവൻ ഈ ആയത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒഴിഞ്ഞേണ്ടതും വർജിക്കേണ്ടതുമായ തിന്മകൾ എന്താകട്ടെ, ആ തിന്മകൾ ആസകലവും ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ആയത്ത്. താബിഈ പ്രമുഖനായ ഖതാദ പറയുന്നു, ലൈസ മിൻ ഖുലുഖിൻ ഹസൻ കാന ഫിൽ ജാഹിലിയ്യ യുഅ്മലു വയുസ്തഹബ്ബു. ഇസ്ലാം വരുന്നതിന് മുൻപേ ആചരിച്ചു വരുന്ന നല്ലതും ഇഷ്ടപ്പെട്ടതുമായ എന്തൊരു നല്ല തരത്തിലുള്ള സ്വഭാവമുണ്ടോ, സംസ്കാരമുണ്ടോ, ഇല്ലാ അമറല്ലാഹു ബിഹി, അല്ലാഹു അതുകൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു ഈ ആയത്തിൽ. വലൈസ മിൻ ഖുലുഖിൻ സയ്യിൻ ഇല്ലാ നഹല്ലാഹു അൻഹു ഫീ ഹാദിഹിൽ ആയ. ഏത് ദുഷിച്ച സ്വഭാവമുണ്ടോ, മോശം സംസ്കാരമുണ്ടോ, ചീത്ത അനുഷ്ഠാനമുണ്ടോ, ചീത്ത വിശ്വാസമുണ്ടോ, അതത്രയും ഇതിൽ വിരോധിച്ചിരിക്കുന്നു. എല്ലാ വിരോധങ്ങളും, എല്ലാ നിരോധനങ്ങളും, എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റേത് ഉൾക്കൊണ്ടിട്ടുള്ളവരായത്താണ് ഈ ആയത്ത്. ഇതുകൊണ്ടാണ് ഈ ആയത്തിനെ വെള്ളിയാഴ്ചയിലെ ഖുതുബയിലെ പ്രസംഗത്തിന്റെ ഗംഭീരമായ ഭാഗങ്ങൾ കഴിഞ്ഞ് അവസാനിപ്പിച്ചു ദുആയിരന്ന് പിരിയുമ്പോൾ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് ഓതുന്നത്. ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലെ ഏറ്റവും വലിയ നീതിമത്തായ ഭരണം ഉമറുൽ ഫാറൂഖ് എന്ന തന്റെ ഉപ്പാപ്പയെ അനുകരിച്ചുകൊണ്ട് നടത്തിയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമവി ഭരണകൂടത്തിലെ ഏറ്റവും തിളക്കമുള്ള താരം, അക്രമങ്ങളിൽ നിന്ന്, താന്തോന്നിത്തങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, അനീതികളിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ നീതിനിഷ്ഠമായ നിയമങ്ങളിലേക്ക്, ധർമ്മനിഷ്ഠമായ ജീവിതചര്യയിലേക്ക് സമൂഹത്തെ മൊത്തമായി ഭരണം കൊണ്ട് നയിച്ചിട്ടുള്ള നേതാവാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആ മഹാനവർകൾ മിമ്പറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഈ ആയത്ത് കൊണ്ട് ഖുതുബ അവസാനിപ്പിക്കുന്ന രീതി ഉണ്ടാക്കിയപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് അനുകരിച്ചുകൊണ്ടാണ് ഇന്നും നമ്മുടെ പള്ളി മിമ്പറുകളിൽ നുബാത്തിയ ഖുതുബ ഓതുന്ന എല്ലാ ഖതീബുമാരും എല്ലാ പള്ളികളിലും ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ആയത്ത് ഓതുന്നത്. സമ്പൂർണമായ നിർദ്ദേശങ്ങൾ അത്രയും, സമ്പൂർണമായി നിരോധനങ്ങൾ അത്രയും ഉൾക്കൊള്ളുന്ന ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് നാം ഇസ്ലാമിന്റെ നീതിയും മാനവികതയും ഒക്കെ പഠിക്കേണ്ടത്. ഇസ്ലാമിന്റെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ പഠിക്കേണ്ടത്. ഇസ്ലാമിന്റെ വിശ്വാസവും അതിന്റെ ആചാരവും അതിന്റെ സംസ്കാരവും പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.